الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا حبيبنا يا رسول الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت جهادي وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من صدقوا ما عاهدوا الله عليه ومنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم: بدأ الإسلام غريبا فسيعود كما بدأ وطوبى للغرباء. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. يا سيد السادات جئتك قاصدا أرجو رضاك وأختمي بهماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم
سواك صلوا عليه وسلموا تسليما. സമാദരണീയനും ബഹുമാന്യനുമായ യോഗാധ്യക്ഷൻ പുതിയങ്ങാടി മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ SV ഹസൻ കോയ സാഹിബ്, ദുആയോടുകൂടി ഈ സദസ്സിന് അനുഗ്രഹീതമായ ഔപചാരികത നിർവഹിച്ച നന്ദി ദാറുസ്സലാമിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ബഹുമാന്യനായ പണ്ഡിത വരേണ്യർ ഷേഖുന EK അബൂബക്കർ മുസ്ലിയാർ മൊറയൂർ, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ബൗദ്ധിക കേന്ദ്രവും അറിയപ്പെട്ട ഗ്രന്ഥകാരനും എഴുത്തുകാരനുമായ ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നന്ദി ദാറുസ്സലാമിൻ്റെ മാനേജർ, ഈ വിശുദ്ധമായ ഖുർആനിനെ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളുടെ എളിയ സേവകൻ, മികച്ച സംഘാടകൻ കൂടിയായ ബഹുമാന്യനായ ആദരണീയനായ AV ഉസ്താദ്, സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹീതമായ ബഹുമാന്യനായ സയ്യിദ് അസ്ലം തങ്ങൾ മഷ്ഹൂർ, ബഹുമാന്യനായ ആദരണീയനായ സയ്യിദ് ഗാലിബ് തങ്ങൾ അൽ മഷ്ഹൂർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരായ ആദരണീയരായ മരക്കാർ ഹാജി, ബഹുമാന്യനായ അബ്ദുൽ ജലീൽ മുസ്ലിയാർ, തങ്ങളുടെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് ഈ വിശിഷ്ടമായ സദസ്സിനെ അതിലേറെ വരിഷ്ഠവും വൈശിഷ്ട്യവുമാക്കിയ പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയ മുത്തഅല്ലിമീങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. AV ഉസ്താദ് ചോദിച്ച ചോദ്യം രണ്ടാമത് വീണ്ടും ഞാനും ചോദിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. മാലക്കും ലാ തന്തിക്കൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെൻ്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അതിരട്ട ദയാപരനും അത്യുദാരനും അതുല്യനും അദൃശ്യനും അനുഗ്രഹദാതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൻ്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു കാലഘട്ടത്തിന് മാർഗദർശിയായിരുന്ന, ഇന്നും ഒളിമങ്ങാത്ത ഓർമ്മകളുമായി നമ്മുടെ മാർഗദർശിയായ, കാലം പകരം വെക്കാനില്ലാതെ തത്തുല്യമായൊരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാതെ കാലങ്ങളിലും യുഗാന്തരങ്ങളിലും വളരെ അപൂർവമായി മാത്രം അനുഭവപ്പെടുന്ന അതുല്യമായ ഒരു ജന്മത്തിൻ്റെ പ്രതിനിധി, മഹാനായ പണ്ഡിത വരേണ്യർ ശൈഖുന ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നവ്വർ അല്ലാഹു മർക്കദ മഹാനവറുകളെ 21-ാം ഉറൂസ് മായി ബന്ധപ്പെട്ട സദസ്സിലാണ് നാം നിലകൊള്ളുന്നത്. സമയം ഏറെയല്ല, വളരെയേറെ വൈകിയതുകൊണ്ട് കാലം കൊതിക്കുന്ന മഹാന്മാർ എന്ന ശീർഷകത്തിന് കീഴിൽ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. നിശ്ചയിച്ചതിൽ വളരെയേറെ സമയം വൈകിയിരിക്കുന്നു. അതൊരു സദസ്സിന് മുഖ്യപ്രഭാഷണത്തെ സംബന്ധിച്ചോളം അത്ര അഭിലഷണീയമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സദസ്സൊരല്പവും കൂടി നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഈ സദസ്സ് മനോഹരമായി സമാപിക്കാൻ കഴിയുന്ന, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും കൂടി സംജാതമാകുമായിരുന്നു. ഏതായാലും വൈകി തുടങ്ങുന്ന ഈ സദസ്സിൽ
ഞാൻ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ പരിമിതമായ സമയം കൊണ്ട് എൻ്റെ വിഷയം പറഞ്ഞു പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രസംഗം എന്നതിനേക്കാളേറെ ഈ ഒരു ഉറൂസിൻ്റെ സാന്നിധ്യം തന്നെ നമ്മെ സംബന്ധിച്ചോളം വളരെയേറെ അനുഗ്രഹപൂരിതമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആലോചിച്ചു പോകുന്നത് കോഴിക്കോട് കടപ്പുറത്തിൻ്റെ ഒരു തീരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിനെ അനുഗ്രഹദായകമാക്കി മാറ്റിയ മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ, നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ, സാമൂഹിക പ്രസ്ഥാനങ്ങളാകട്ടെ, സാമുദായിക പ്രസ്ഥാനങ്ങളാകട്ടെ, എല്ലാത്തിൻ്റെയും വളരെ പ്രൗഢഗംഭീരമായ പ്രഥമഗണനീയമായ പരിപാടികൾക്ക് മുഴുവനും പലപ്പോഴും സാക്ഷ്യം വഹിക്കുന്നത് കോഴിക്കോട് കടപ്പുറമാണ്. തലസ്ഥാന നഗരി തിരുവനന്തപുരമാണ് എങ്കിലും എന്തുകൊണ്ടോ എല്ലാ പരിപാടികളുടെയും വളരെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നടക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. തലസ്ഥാന നഗരിയുടെ കടപ്പുറത്ത് അതിനൊരു സാഹചര്യമില്ലാത്തത് കൊണ്ടാവാം എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളും കൊട്ടിഘോഷിക്കപ്പെടുന്ന പരിപാടികളൊക്കെ നടക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ്. അനൈക്യത്തിലായവർ ഐക്യത്തിലാകുന്നതും അതോടൊപ്പം തന്നെ അനൈക്യത്തിൻ്റെ വിത്ത് വാങ്ങാൻ തുരിഞ്ഞിറങ്ങിയവർ അതൊക്കെ വിത്ത് പാകുന്നതുമൊക്കെ എല്ലാത്തിൻ്റെയും നടക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താകുമ്പോൾ ആ കടപ്പുറത്തിൻ്റെ മറുഭാഗത്ത് മണ്ണിൽ അന്തിയുറങ്ങുന്ന ഇതൊക്കെ കാലേ കൂട്ടി പ്രവചിക്കുകയും കാണുകയും ചെയ്ത് കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകളെ മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൻ്റെ പുഴുക്കുത്തുകളുടെ ഇടയിൽ കാറ്റിലുലയാത്ത ഒരു സമൂഹത്തെ സിദ്ധിക്കാൻ കഴിഞ്ഞ വരാനിരിക്കുന്ന ഈ ലോകത്തിൻ്റെ സമൂഹത്തിൻ്റെ എല്ലാ അപജയങ്ങളെയും തൻ്റെ കണ്ണുകൾ കൊണ്ട് നേരിൽ കണ്ട് ആ നിലപാടുകളുടെ വ്യതിരക്തകളുടെയും വ്യവച്ഛേദനത്തിൻ്റെയും ഇടയിൽ കാറ്റിലുലയാത്ത ഒരു ആദർശ സമൂഹത്തെ കെട്ടിപ്പടുത്ത് കാലഘട്ടത്തിൻ്റെ നേരൊലുകളുടെ സമീപത്തും ചാരത്തും നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കിയ മഹാനായ ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദ മഹാനവരുടെ റൂഹ് ചിലപ്പോൾ ഇതൊക്കെ കണ്ടു ചിരിക്കുന്നുണ്ടാവും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മഹാനവറുകൾ മുൻകൂട്ടി പറഞ്ഞു കൊടുത്ത, പ്രവചിച്ചു കൊടുത്ത പലതും അതേ കണ്ണിൻ്റെ മുഖത്ത് തന്നെ നടക്കുമ്പോൾ പലപ്പോഴും മഹാനവറുകളുടെ ആത്മാവ് അത് കണ്ടുകൊണ്ട് സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നത് പലതുമൊക്കെ കാണുന്നു എന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ആരായിരുന്നു മഹാനായ ശംസുൽ ഉലമ? ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്കാണ് ഞാൻ വരുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്ര മഹാനായ ഒരു അധ്യാപകനാണ് എന്നത് വില്യം ഷേക്സ്പിയറിന്റെ ചിരപ്രസിദ്ധമായ വാക്കാണ്. ചരിത്രം എന്നത്, ഹിസ്റ്ററി എന്നത് വരുന്ന സമൂഹത്തിന്റെ, ഗതകാല സമൂഹത്തിന്റെ ചരിത്രങ്ങളും വർത്തമാനങ്ങളും അവരുടെ കഥകളും ഇനി വരുന്ന സമൂഹത്തിന്റെ ഒരു അധ്യാപകന്റെ റോളാണ് നിർവഹിക്കുന്നത് എന്നത് ഷേക്സ്പിയറിന്റെ പ്രസിദ്ധമായൊരു വാക്കാണ്. ചരിത്ര മഹാനായ ഒരു അധ്യാപകനാണ്. നടക്കുന്നത് മുമ്പോട്ടാണെങ്കിൽ നോക്കേണ്ടത് പിന്നോട്ടാണ് എന്ന് ഷേക്സ്പിയർ അതിന് അനുബന്ധം കുറിക്കുന്നുണ്ട്. ഈ ഗതാനുഗതികത്വത്തിന്റെ ലോകത്തിൽ നമ്മൾ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് നടക്കാൻ എന്താണ് പ്രേരകമാവുക? ഈ വർത്തമാനകാല സമൂഹത്തിൽ നാം കാണുന്നതൊന്നും ആശ്വാസകരമല്ല എന്നിരിക്കെ നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾക്ക് ഗോചരമാകുന്ന വെളിച്ചത്തിന് മുമ്പിൽ കണ്ടുനോക്കി നമുക്ക് റോൾ മോഡലായി ജീവിതത്തിൽ സ്വായത്തമാക്കാൻ കഴിയുന്ന ആളുകൾ വളരെ കുറവാണ് എന്നിരിക്കെ തന്നെ വഖലീലും മിൻ ഇബാദിയ ശക്കൂർ, അള്ളാഹുവിന് അനുഗ്രഹീതമായ അനുഗ്രഹം സൃഷ്ടിക്കപ്പെട്ട ദാസന്മാർ വളരെ ന്യൂനപക്ഷമാണ് എന്ന് ഖുർആൻ പറഞ്ഞു തന്നതുപോലെ മഹാനായൊരു മനുഷ്യൻ കൈമാലയത്തിന്റെ കില്ല് പിടിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖലീൽ, അള്ളാഹുവേ നീ എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്തണേ അള്ളാഹുവേ. ഈ ദുആ കേട്ട് ആശങ്കാകുലനായ ഒരാൾ അടുത്തു നിന്ന് ചോദിച്ചു, പത്രേ നിങ്ങൾ എന്ത് ദുആയാണ് ചെയ്യുക എന്നെ ന്യൂനപക്ഷത്തിൽ പെടുത്താനോ? മിക്കവാറും അദ്ദേഹം ഒരു ഗുജറാത്തുകാരനൊക്കെ ആവും, നമുക്കിത് കൃത്യമായി പറയാം. അപ്പോ അദ്ദേഹം ചോദിച്ചു, ന്യൂനപക്ഷത്തിന് തന്നെ ഉറക്കം വരാത്ത രാവുകൾ സമ്മാനിക്കുന്ന ഒരു ഭരണകൂട ഭീകരതയുടെ മുകളിൽ നിൽക്കുമ്പോ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വീണ്ടും ന്യൂനപക്ഷത്തിൽ പെടാൻ ദുആ ചെയ്യുകയാണോ? അപ്പോ ആ മഹാമനീഷി പറഞ്ഞ മറുപടി, അദ്ദേഹം ഒരു മഹാമനീഷിയാവണം, മനീഷികൾക്ക് അങ്ങനെ ദർശിക്കാൻ കഴിയൂ. അദ്ദേഹം പറഞ്ഞ മറുപടി, ഭരണഘടനാപരമായ അവകാശങ്ങളുടെ പേരിൽ വിച്ഛേദിക്കപ്പെട്ട ഒരു ന്യൂനപക്ഷത്തെയല്ല ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സ്തുതിച്ചു പറഞ്ഞ ഒരു ന്യൂനപക്ഷമുണ്ട്, വഖലീലും മിൻ ഇബാദിയ ശക്കൂർ. അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ അതെപ്പോഴും ന്യൂനപക്ഷമായിരിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു നമ്മളെ എല്ലാവരെയും ആ ന്യൂനപക്ഷത്തിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ വർത്തമാനകാല സമൂഹത്തിൽ നമുക്ക് റോൾ മോഡലായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന
മഹത് വ്യക്തിത്വങ്ങൾ വളരെ കുറവാണ് എന്നിരിക്കെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പ്രയാണങ്ങളിൽ നമുക്ക് ഏറ്റവും വലിയ പരിവർത്തനത്തിന്റെ പ്രേരക ചാലക ശക്തിയായി മാറേണ്ടത് കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ മഹാന്മാരായിരിക്കണം. അവരുടെ പാതകൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തണലുകൾ ഒരുക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, മഹാന്മാരെന്ന് പറയുന്ന നമ്മുടെ വഴികാട്ടികൾ ഇത് അവസാനിക്കുന്ന ഒരു ശൃംഖലയല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ മേൽവിലാസമായ സലാം കേൾക്കുമ്പോൾ അത് ഉറക്കമടക്കാൻ കഴിയാത്ത രീതിയിൽ, നമ്മുടെ നേതാവിന്റെ പേര് കേട്ടാൽ ഒരു സലാത്ത് പോലും നാവ് കൊണ്ട് ഉറക്ക പറയാൻ കഴിയാത്ത രീതിയിൽ അപകർഷതാബോധത്തിന്റെ ചട്ടക്കൂടുകളിലേക്ക് നമ്മൾ സ്വയം ചുരുണ്ടുകൂടി എന്നത് വർത്തമാനകാല മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് എന്ന് ഈ സദസ്സിനോട് പറയാതെ വയ്യ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒരു സലാം പറഞ്ഞാൽ മടക്കാൻ കഴിയാത്ത രീതിയിൽ, പ്രവാചകന്റെ പേര് പറഞ്ഞാൽ ഒരു സലാത്ത് പറയാൻ കഴിയാത്ത രീതിയിൽ അപകർഷതാബോധം എന്ന് പറയുന്ന, അന്യതാബോധം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പക്ഷിക്കൂടിലേക്ക് മുസ്ലിം സമൂഹം ഈ കുറെ കാലങ്ങളായി ചുരുണ്ടുകൂടുന്നു എന്നത് എല്ലാവരും ആശങ്കപ്പെടുത്തുന്ന ചില ചിന്തകളാണ്. നമ്മൾ എന്തുകൊണ്ടോ നമ്മളല്ലാതായി മാറുന്നു. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ദീനുമായി കടന്നു വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നല്ലോ, വിശുദ്ധമായ ദീനുമായി ഞാൻ വരുമ്പോ ബദഅൽ ഇസ്ലാമു ഗരീബ, ആരാരും ഏറ്റെടുക്കാനില്ലാതെ, ഒരാൾ പോലും സംരക്ഷകരില്ലാതെ, ഒരാൾ പോലും സഹായികളില്ലാതെ, ഒരു സഹചാരികളില്ലാതെ, ഒരു സഹകാരികളില്ലാതെ തീർത്തും മന്യമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം ലോകത്തേക്ക് സമർപ്പിക്കപ്പെട്ടപ്പോ ആ ഇസ്ലാം കടന്നു വന്നത് ആയിരക്കണക്കിന് അനുയായികളുമായിട്ടല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം വന്നത് 10,000-കണക്കിന് പടക്കോപ്പുകളുമായിട്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ, ഒരു വിദേശിയെ പോലെ, ഒരു വിദേശി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അങ്ങ് അകലെ നിന്ന് അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ മുഴുവനും ഭേദങ്ങൾ മുഴുവനും നമ്മൾ തിരിച്ചറിഞ്ഞ് നോക്കുന്നത് പോലെ അങ്ങകലെ മാറി നിന്ന് ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം എന്നത് ബദഅൽ ഇസ്ലാമു ഗരീബ, ഒരു വിദേശിയെ പോലെ ആളുകൾ അങ്ങനെ മാറി നിന്നിട്ട് അകലത്ത് നിന്ന് വീക്ഷിക്കുന്നൊരവസ്ഥയിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം അള്ളാഹു ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ ആ വിശുദ്ധമായ ഇസ്ലാം ഒരു വിദേശിയെ പോലെ, പരദേശിയെ പോലെ ആ മനുഷ്യ സമൂഹത്തിന് മുമ്പിലൂടെ ജാജ്വലമായ തെളിച്ചത്തിലൂടെ നടന്നു പോയപ്പോ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ മുഹാജിറുകളും അൻസാറുകളുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആരുമില്ലാതെ കടന്നു വന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ സഹായികളായി അള്ളാഹു അൻസാറുകളെയും മുഹാജിറുകളെയും നൽകുമ്പോ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പ്രതിരോധത്തിന്റെ കന്മതിൽ പെട്ടി അങ്ങകലെ അഹ്സാബ് യുദ്ധത്തിന്റെ മരുഭൂമിയിൽ കനലുകൾ കുടിക്കാൻ, അവിടെ കിടങ്ങുകൾ കുടിക്കാൻ സ്വയം തയ്യാറായി വന്ന അൻസാറുകളും മുഹാജിറുകളുമായ ഒരു സമൂഹത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിന്റെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുക, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തകർക്കാൻ വേണ്ടി മുഴുവൻ ശത്രുക്കളും ഒരുമിച്ച് കൂടിയപ്പോ ഖുർആൻ പറഞ്ഞതുപോലെ നബിയെ ഒരു ശത്രുവല്ല, എല്ലാ ശത്രുക്കളും ഒരു പൊതുശത്രുവിനെതിരെ ഒന്നിക്കുക എന്ന സാർവലൗകിക സൂത്രവാക്യം പോലെ എല്ലാവരും അങ്ങക്കെതിരെ സഖ്യകക്ഷികളായപ്പോ ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതظنون بالله الظنونا هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا ഇത് ജാഊകും മിൻ ഫൗഖികും, അങ്ങയുടെ തലയുടെ മുകളിൽ നിന്നും മിൻ അസ്ഫല മിൻകും താഴ്ഭാഗത്തു നിന്നും, ഓ നബിയെ മുകളിൽ നിന്ന് വ്യോമാക്രമണമായി, താഴയിൽ നിന്ന് കരയാക്രമണമായി. ഖുർആൻ നമ്മോട് ബോധിപ്പിച്ചെന്ന മുകളിൽ നിന്ന് താഴയിൽ നിന്നും ഒരേ സമയത്ത് അങ്ങയുടെ ശത്രുക്കൾ അങ്ങയെ ലക്ഷ്യമാക്കി തകർക്കാൻ വരുമ്പോ വിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്ന വിശ്വമാനവിക സംസ്കാരത്തെ ഈ ഭൂമിയിൽ നിന്ന് വേരോടെ പിടിനിർത്താനുള്ള സന്നാഹവുമായി അവർ വന്നപ്പോ നബിയെ പരിമിതമായ
അനുയായികളുമായി പ്രതിരോധത്തിന്റെ കന്മതിലുകൾ തീർക്കാൻ അഹ്സാബ് യുദ്ധവേളയിൽ മരുഭൂമിയിൽ പ്രവാചകൻ അനുയായികളെ കിടങ്ങു കുഴിക്കുകയാ. ആ കിടങ്ങു കുഴിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലം കൊതിക്കുന്ന മഹാന്മാരെന്ന ശീർഷകം കൊതിക്കേണ്ടതിലെ മഹാന്മാര് അവരവരെ കിടങ്ങു കുടിച്ച് അവസാനം കയ്യിലിരിക്കുന്ന ഇരുമ്പിന് ആയുധം കൊണ്ട് കിടങ്ങു കുടിക്കവേ പാറക്കെട്ടുകളിലെ തട്ടിയിട്ട് പണി ആയുധം തിരിച്ചു വരുമ്പോ മാസങ്ങളായി പട്ടിണി കിടന്ന് ദാരിദ്ര്യം കാണത്താല് കൈകാലുകൾക്ക് അവയവങ്ങൾക്ക് ആരോഗ്യമില്ലാതെ തങ്ങളുടെ കൈകൾ തടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായി നബിയേ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ നടുവ് വളരാൻ കഴിയാതെ ഞങ്ങളുടെ വയറ്റിലേക്ക് ഞങ്ങൾ കല്ല് കെട്ടി വെച്ചിരിക്കുകയാന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളെ തങ്ങളുടെ വയറ്റിൽ കല്ല് കെട്ടി വെച്ച ചിത്രം കാണിക്കുമ്പോ അള്ളാന്റെ റസൂൽ തന്നെ അനുയായികളുടെ തപ്തസ്മരണകൾക്ക് മുമ്പിൽ വിങ്ങലോടെ നിന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബത്തിന്റെ കയ്യിൽ നിന്ന് ഇരുമ്പായുധം കയ്യിൽ പിടിച്ചു കിടങ്ങു കുടിക്കുന്ന വടിയിൽ കണ്ട കരിങ്കല്ലിലേക്ക് അള്ളാന്റെ റസൂൽ ഇരുമ്പിന്റെ ആയുധം അങ്ങ് താഴേക്ക് വെട്ടുമ്പോ ഇരുമ്പിന്റെ സ്പർശനം കരിങ്കല്ലിന്റെ മുകളിൽ ഉണ്ടാകുമ്പോഴുള്ള സ്വാഭാവികമായ തീപ്പൊരി ചിതറുന്ന പോലെ തീപ്പൊരി ചിതറുമ്പോ അടുത്ത് നിന്ന് സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ, എന്റെ ഇരുമ്പായുധം ഈ പാറക്കെട്ടിലേക്ക് സ്പർശിക്കുമ്പോ ചിതറിത്തെറുക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങളെ നിങ്ങൾ കണ്ടോ? അനുയായികള് കണ്ടു യാ റസൂലല്ലാഹ്. ഈ കാണുന്ന അഗ്നി ചിതറിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ ഏതെന്നറിയോ? ഇല്ല നബിയേ. ആ സമയത്താണ് ലോകചരിത്രത്തിന്റെ നായകന്റെ വാക്ക് വന്നത്, സഹാബ, ഈ ചിതറിത്തെറിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ അതാ കുനൂസ് കിസ്റ. ഈ കാണുന്ന തിളക്കം ഈ കരിങ്കല്ലിൽ ഇരുമ്പ് തട്ടിയപ്പോഴല്ല, ഇത് സാസാനിയൻ ചക്രവർത്തി മുതൽ നൗഷേർവാൻ ചക്രവർത്തി വരെ വെച്ചടക്കി വെച്ചിരിക്കുന്ന കിസ്റ രാജാവിന്റെ ഖജനാവിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങളുടെ തിളക്കമാണിത്. എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ കല്ലുകൾ വയറ്റിലേക്ക് കെട്ടിവെച്ച് വന്ന് ഒരഭയാതി സമൂഹത്തോടാണ് പറയുന്നത്, സഹാബാ, ഇത് കിസ്റ രാജാവിന്റെ സാമ്രാജ്യത്വത്തിന് അപ്പോസ്തലനായ കിസ്റ കൊട്ടാരത്തിന്റെ ആടയാഭരണങ്ങളുടെ തിളക്കമാണെന്ന് പറയുമ്പോ ആ സമയത്ത് അവർക്ക് സന്ദേഹമുണ്ടായില്ല. അന്നേ വരെ രാത്രിയുടെ സഞ്ചാര കഥകളിലും രാത്രിയിലെ സ്വപ്നാടത്തിലും മാത്രം കണ്ടിട്ടുള്ള കിസ്റയുടെ കൊട്ടാരം നാളെ ഇസ്ലാമിക സമൂഹത്തിന്റെ കാൽക്കീഴിലാകുമെന്ന് കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിന്റെ തിളക്കം നോക്കി വാഗ്ദാനം പറയുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്ഭുതത്തോടെ നോക്കുന്ന അനുയായികളുടെ മുമ്പിൽ തന്റെ കമീസ് പൊത്തി കാണിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റിൽ 2 കല്ല് കെട്ടി വെച്ചിരിക്കുകയാ. എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, മാസങ്ങളായി പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കഴിക്കാതെ നിവർന്നു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ പാറക്കല്ലുകൾ പള്ളയിലേക്ക് കെട്ടിവെച്ചിട്ട് കിസ്റ കൊട്ടാരത്തിന്റെ തകർച്ചയുടെ സുവിശേഷ വാർത്ത പറയുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ കരങ്ങളിലേക്ക് തന്റെ കരങ്ങൾ എടുത്തു വെച്ചിട്ട് ഹബീബായ നബിയോട് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, നബിയേ, നഹിനുല്ലദൂന അബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീന അബദാ. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങളുടെ സിരകളിലൂടെ രക്തം പ്രവഹിക്കുവോളം കാലം, ഞങ്ങളുടെ ഈ ശരീരത്തിൽ റൂഹുള്ളെടുത്തോളം കാലം അള്ളാന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ പോരാടണം, അങ്ങയുടെ പുറകിലുണ്ട് എന്ന് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ പാരാവാരം പോലെ പരന്നൊരുക്കുന്ന തിരമാലകളെ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുന്ന ഈ മഹാസമുദ്രത്തിലേക്ക് അങ്ങെടുത്ത്
ചാടാൻ പറഞ്ഞാൽ ഞങ്ങളുടെ കുതിരകളുമായി കടലിന്റെ തിരമാലകളിലേക്ക് അങ്ങേക്ക് വേണ്ടി എടുത്തു ചാടാ ഞങ്ങൾ തയ്യാറാണ് നബിയെ എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങളുടെ പുറകിൽ നിന്ന് അൻസാറുകളെ പോലെ ആ സമയത്താണ് മുത്ത് റസൂല് പറഞ്ഞത്, അല്ലാഹുവേ അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐശൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ ഈ ദുനിയാവിലെ ജീവിതം ഒരു ജീവിതമല്ല, ഈ ദുനിയാവ് നാളെ ജീവിതത്തിൽ അവസാനിക്കുന്നവനാ. നമുക്കെന്ത് പേടിയാ സഹോദരങ്ങള്? ജീവിക്കണമെന്ന് കൊതിയുള്ളവനല്ലേ മരണത്തെ പേടിയുള്ളൂ. ജീവിക്കാൻ കൊതിയില്ലാത്തവന് മരണത്തെ പേടിയില്ലല്ലോ. ജീവിക്കാൻ വല്ലാത്ത ആഗ്രഹവും അഭിലാഷവും മനസ്സിലുള്ളവനല്ലേ ജീവിതത്തോട് മരണത്തെ പേടിയുള്ളൂ. പക്ഷേ നമുക്ക് മരണത്തെ പേടിയില്ലല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനനായ മശ്ഹൂർ തങ്ങൾ നമ്മുടെ സദസ്സിൽ നിന്ന് യാത്ര ചോദിച്ചു പോവുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. രണ്ടുപേര് സയ്യിദ് അസ്ലം മശ്ഹൂർ തങ്ങൾ, സയ്യിദ് ഗാലിബ് തങ്ങൾ, രണ്ട് ഹാഫിളീങ്ങളെ ഇവിടെ ഓരോ വർഷത്തേക്ക് ഏറ്റെടുത്തിട്ടാണ് പോകുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അവരെങ്ങനെയാണ് ഏറ്റെടുക്കാതിരിക്കുക? അതും മദീനയുടെ നറുമണമല്ലയോ? അതും മദീനയുടെ നറുമണം മലയാള മണ്ണിലേക്ക് നിന്ന് സുഹൃതത്തിന്റെ നായകന്മാരല്ലയോ? അവരെങ്ങനെയാണ് ഏറ്റെടുക്കാതിരിക്കുക? മക്കം ഫത്തഹിന്റെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് ഹദൽ അസ്വദിന്റെ പുറകിൽ നിസ്കരിക്കുമ്പോ അൻസാറുകളായ മദീനക്കാര് പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ അൻസാറുകൾ കരയുന്നത് കേട്ട് ഹബീബായ നബി തങ്ങൾ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അൻസാറുകളെ നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ, യാ റസൂലല്ലാഹ്, ഓ യാ ഹബീബല്ലാഹ്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പറ ഉറക്കെ. ഇത് റബീന്റെ പൊന്നമ്പിളി തിങ്കൾ കല പടിഞ്ഞാറൻ ചക്രവാളത്തിനോട് മുത്തം കൊടുത്ത റബീന്റെ പുണ്യ വസന്തത്തിന്റെ കാലം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഏറ്റവും പ്രമാണിയായ അബ്ദുൽ മുത്തലിബിന്റെ സുന്ദരനായ മകന് അബ്ദുല്ലായുടെ സുമുഖിയായ ഭാര്യ ആമിന ബീവി റളിയല്ലാഹു തആലയുടെ ഗർഭാശയത്തിൽ ഉദയം ചെയ്യപ്പെട്ട് ആ പ്രസവിക്ക കാലഘട്ടം മുതൽ അറബികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം പോലെ അങ്ങകലെ ഗ്രാമാന്തരീക്ഷത്തിന്റെ സംസ്കാരത്തിന്റെ പ്രവാഹത്തിന് വേണ്ടി അങ്ങകലെ അമിലിമായുടെ വീട്ടിലേക്ക് മുലയൂട്ടാൻ പോയപ്പോ നമുക്ക് ചിരപരിചിതമായ മക്ക നഗരത്തിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ തായിഫിലേക്ക് പോകുന്ന വനിയാന്തരങ്ങള് ബനൂ സായിദ ഗോത്രത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള വീട്ടിലെ തൊട്ടിലിൽ കിടന്ന് പാരാട്ട് പാടുമ്പോ സൈമോ എന്ന് പേരുള്ള ഹലീമായുടെ 6 വയസ്സുള്ള പെൺകുട്ടി അല്ലാഹുവിന്റെ റസൂലിനെ താരാട്ട് പാടുന്ന പാട്ടേരാ. യാ റബ്ബനാ അബ്ഖി അഖി മുഹമ്മദാ ഹത്താ റഅഹു നാഫിഅൻ വഅംറദാ ഹദാ ഖുല്ലി ലം തലിദുഹു ഉമ്മീ. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിലും എന്റെ ഉമ്മയേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന മുത്തേന്ന് തൊട്ടിലിൽ കിടക്കുമ്പോ തന്നെ അപദാനങ്ങൾ പാടിപ്പുകത്താൽ ഒരു ജന്മത്തിന്റെ സാഫല്യം ലഭിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, സലാത്തിലാണ് ആരും ഇവിടെ ഇരിക്കരുത്. ഇത് മുത്ത് റസൂലിന്റെ പ്രണയത്തിന്റെ സദസ്സാണ്. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹുവേ മൽ ദിൽ കേ സമാൻ ദിൽ കേ സബാൻ തുമാരേ ലിയേ. ഓ നബിയേ, അങ്ങീ നാവിൽ എനിക്ക് ഒരു അക്ഷരത്തിന്റെ വെളിച്ചം തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നാവിൽ നീ എനിക്ക് ഭാഷ നൽകിയത്? ഈ ഭാഷയുടെ വചന സൗകുമാര്യത്തെ നീ നിർമ്മലമായി തന്നതെന്തിനാണ്? തുമാരേ ലിയേ, അങ്ങയെ കുറിച്ച് പറയാനല്ലെങ്കിൽ, അവിടുത്തെ മൗലിദ് പറയാനല്ലെങ്കിൽ, അവിടുത്തെ മദ്ഹ് പറയാനല്ലെങ്കിൽ പിന്നെ എന്തിന് അഹമ്മദ് കബീറിന് അക്ഷരത്തിന്റെ വടിവന്തിന് നബിയേ? ബദൻ മേ ഖാൻ തുമാരേ ലിയേ. ഈ ശരീരത്തിന് നീ ആത്മാവിനെ തന്നെങ്കിൽ അതങ്ങേക്ക് ദണ്ഡനം നബിയേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഫരിശ്തേ ഖിദം റസൂലേ ഹഷം തമാമേ ഉമം ഗുലാമേ കറം വുജൂദോ അദം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സലാത്ത് മുടക്കല്ല. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു പാണ്ഡിത്യം പറയാൻ വന്നതല്ല. പാണ്ഡിത്യം പറയാൻ എനിക്കെങ്ങനെയാണ് പാണ്ഡിത്യം പറയാൻ കഴിയുക? ബഹുമാനനായ ഇ.കെ. ഉസ്താദിനെ പോലെയുള്ള എവിയെ പോലെയുള്ള പാണ്ഡിത്യത്തിന്റെ ഗരിമയുടെ പണ്ഡിത പർവ്വം തേടിയ ഈ പരമോന്നതനായ ആളുകളുടെ മുമ്പിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പണ്ഡിതന്മാരുടെ മുമ്പിൽ പറയേണ്ടതെന്തെന്നറിയാതെ പതറുകയാണ് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, പാണ്ഡിത്യം പറയാൻ ഞാനൊരു പണ്ഡിതനല്ല. ലാളിത്യം പറയാൻ ഞാനൊരു ലാളിത്യം പറയാൻ ഞാനൊരു സാത്വികനല്ല. ത്യാഗം പറയാൻ ഞാനൊരു പരിത്യാഗിയല്ല. പ്രേമം പറയാൻ ഞാനൊരു ആശിക്കല്ല. പ്രമേയം പറയാൻ ഞാനൊരു പ്രഭാഷകനല്ല. വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല. പിന്നെ ഞാനാരാ? വജുദിലി ബിഅഫ്വിക ഹാനൽ ഫഖീറു. അറിവിന്റെ ബാലാരിട്ടതകൾ പിന്നിടാതെ അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയാൻ ആ പ്രവാചകൻ മോചിതത്തായി തന്നെ ഈ ഖുർആനിന്റെ പ്രചാരകരാവാൻ അള്ളാന്റെ ഖുർആൻ മനഃപ്പാഠമാക്കണേന്ന് ലോകത്തോട് പ്രബോധിത സമൂഹത്തിനോട് പ്രബോധനത്തിന്റെ വേദിയിൽ പ്രബുദ്ധരാക്കാൻ ഞാൻ ഇവിടേക്ക് വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നേരത്തെ ഭക്ഷണത്തിന് അന്നത്തിന് വകയില്ലാതിരിക്കുമ്പോഴും തന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ അൻസാറുകളോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ ഈശ ഇല്ലാ ഈശൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, ജീവിതം ഈ ജീവിതമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ജീവിതമെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ യഥാർത്ഥ ജീവിതം ഇവിടെയല്ലല്ലോ. വമൽ ഹയാത്തു ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മതാ. യഥാർത്ഥ ജീവിതം ഇവിടെയല്ലല്ലോ. ജീവിക്കാൻ കൊതിയുള്ളവനല്ലേ മരണത്തെ പേടിയുള്ളൂ. ജീവിക്കാൻ കൊതിയില്ലാത്തവന് മരണത്തെ പേടിയണ്ട. അല്ലാഹുവേ, അല്ലാഹുവേ, എന്നെ സഹായിക്കാമെന്ന ദീനിനെ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സമയത്ത് എന്നെ സഹായിക്കാമെന്ന അൻസാറുകൾക്കും മുഹാദിറുകൾക്കും നീ കരുണ ചെയ്യണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചരിത്രത്തിന് അൻസാറുകളാകണം. നമ്മൾ ചരിത്രത്തിന് മുഹാദിറുകളാകണം. ഖുർആൻ പറഞ്ഞ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. വസ്സാബിഖൂന ലൗവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അല്ലാഹു പറയാ, നിങ്ങളുടെ മുൻഗാമികളായ സമൂഹത്തിന്റെ അൻസാറുകളും മുഹാജിറുകളും അവസാനിച്ചില്ല. മക്കയും മദീനയും അവസാനിച്ചില്ല. വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അൻസാറുകളും മുഹാജിറുകളുമായ സഹാബത്ത് ചെയ്ത ത്യാഗത്തെയും അവരുടെ നന്മയെയും ഏറ്റെടുക്കുന്ന ഒരു പുതിയ തലമുറ, അൻസാറുകളുടെയും മുഹാദിറുകളുടെയും ഒരു പുതിയ തലമുറ ഉണ്ടാവണം. അതാണ് കാലം കൊതിക്കുന്ന മഹാന്മാർ. ആ മഹാന്മാരുടെ പരമ്പര അൻസാറുകളുടെയും മുഹാദിറുകളുടെയും പരമ്പരയാണ്. അല്ലാഹു നമ്മളെ അൻസാറുകളും മുഹാദിറുകളുമാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ സഹായികൾ, മുഹാദിറുകൾ എന്ന് പറഞ്ഞാൽ ഹിജറ പോകുന്നവർ. എങ്ങോട്ട്? യമനിൽ ആടിനെ വെക്കാനല്ല ആ ഹിജറയല്ല, ആട് മേയ്ക്കാനുള്ള ഹിജറയല്ല, അർത്ഥമറിയാനുള്ള ഹിജറ, അർത്ഥമറിയാനുള്ള ഹിജറ. അള്ളാഹു നമ്മൾ ആ രീതിയിലാക്കട്ടെ. കാലം കൊതിക്കുന്ന മഹാന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ ചെഗുവേരയ്ക്ക് അനുയായി ഉണ്ടാകണമെന്നില്ല, കാറൽ മാർക്സിന് പിൻഗാമികൾ ഉണ്ടാകണമെന്നില്ല, ഏംഗൽസിന് പിൻഗാമികൾ ഉണ്ടാകണമെന്നില്ല, ബെനിറ്റോ മുസോളിനിക്ക് പിൻഗാമികൾ ഉണ്ടാകണമെന്നില്ല, ഗ്രേറ്റ് അലക്സാണ്ടറിന് പിൻഗാമികൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പിൻഗാമികൾ ഉണ്ടാവണം. അതൊരു ചരിത്രം ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ദൗത്യമാണ്. അള്ളാഹു നമ്മളങ്ങനെ ആക്കട്ടെ. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വെറുതെ ഒരു 10 ചരിത്രം പറഞ്ഞിട്ട് നമ്മൾ അതേപോലെ ആകണമെന്ന് പറഞ്ഞ വിഷയം ഓക്കെ ആയി. പക്ഷേ ഖുർആൻ നമ്മോട് പറയുന്ന ചില അകമ്പുരളുകളുണ്ട്, ഖുർആന്റെ ചില വചനപ്പുരളുകൾ. നിങ്ങൾ എന്താണ് അൻസാറുകളും മുഹാജിറുകളും ആകാത്തത്? കാലം കൊതിക്കുന്ന മഹാന്മാർ അങ്ങനെയാണ്. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ കാലം കൊതിക്കുന്ന കുറേ മഹാന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെ പോലെ ആവാൻ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവർ ചെയ്ത നന്മകളെ അതേപടി പിൻപറ്റുമ്പോഴാണ് അവരുടെ ഒരു റോൾ മോഡലായിട്ട് നമ്മൾ മാറുക. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ.
അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും റളിയല്ലാഹു അൻഹും അവരുടെ ചരിത്രം പറഞ്ഞിട്ട് സിരകളെ ചൂടുപിടിപ്പിക്കാനല്ല, വർത്തമാന കാലത്തിന് മുമ്പിൽ വചനപ്രഘോഷണം നടത്താനല്ല, അവരുടെ ചരിത്രങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം മഹാനായ ഒരു അധ്യാപകനാണ്. ഔ കമാകാല ഷേക്സ്പിയർ. ചരിത്രം മഹാനായ ഒരു അധ്യാപകനാണെന്ന്. ഒരു അധ്യാപകൻ എവിടേക്ക് നമ്മളെ നയിക്കുന്നുവോ അതേപോലെ ചരിത്രം നമ്മളെ അതേപോലെ നയിക്കണം. ഇന്നലകളുടെ ചരിത്രം പറഞ്ഞിട്ട് ഊറ്റം കൊള്ളാനല്ല, ഇന്നലകളുടെ ചരിത്രം പറഞ്ഞിട്ട് വീരസ്മൃതികളുടെ രജത ജൂബിലി ആഘോഷിക്കാനുള്ളതല്ല. കയ്യൂരിൻ്റെ വിരിമാറിൽ ഞങ്ങളുടെ നേതാവ് ഉണ്ടെങ്കിൽ ഇക്കുടിയാണ് കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കുമെന്ന് അടുത്തവൻ്റെ തല കൊയ്യാനുള്ള സത്യപ്രതിജ്ഞയെ പുതുക്കിയിട്ട് പാതിരാവിൻ്റെ നിറവിൽ ഇരുട്ടിൻ്റെ പുറകിൽ ഒളിച്ചിരുന്ന് മറ്റൊരുത്തൻ്റെ പള്ളയിലോട്ട് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റി കുടൽമാലകൾ തൻ്റെ ശിരസിലിട്ട് ഒരു പുരാതന ശകുനിയുടെ അവതാരങ്ങൾ ജന്മമെടുക്കാനല്ല. പിന്നെയോ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവർ പിൻപറ്റിക്കൊണ്ടുവന്ന നന്മകളെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പൊതുതലമുറയായി മാറണം. എങ്കിലേ ലോകാവസാനം വരെ അൻസാറുകളുടെയും മുഹാജിറുകളുടെയും തലമുറ നിലനിൽക്കൂ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. നിങ്ങളെന്താ വിചാരിച്ചത്? ചുമ്മാ ഇപ്പോൾ ഉമറുള്ളാൻ്റെ ഒരു ചരിത്രം പറഞ്ഞു, അബൂബക്കറിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു. അള്ളാഹു നമുക്ക് ഇതുപോലെ ജീവിക്കാൻ തൗഫീഖ്. വിഷയം കംപ്ലീറ്റായി. ഞാൻ എൻ്റെ ഖുർആൻ പറഞ്ഞ ഒരു പ്രമേയം, ഞാനൊരു ഖുർആൻ്റെ പ്രചാരകനാണ്. അള്ളാഹു അങ്ങനെ തന്നെ കബൂലാക്കട്ടെ. അള്ളാഹു അങ്ങനെ തന്നെ കബൂലാക്കട്ടെ. ലോകത്തൊന്നും ബാക്കി ഉണ്ടാവില്ല, ലോകത്തൊന്നും ബാക്കി ഉണ്ടാവില്ല. എല്ലാം ഇത് മുഴുവൻ നശ്വരമാണ്. നമ്മൾ ഈ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതൊക്കെ നശ്വരമാണ്. ഭാര്യ പരാതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, മക്കൾ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, ഉമ്മ നീ പണ്ടത്തെ പോലെ അല്ലാന്ന് കുറ്റപ്പെടുത്തിയിട്ടിരിക്കും. അള്ള മാത്രം ഇച്ചിരി കൊടുത്താലും അവൻ തൃപ്തിയുള്ളവനാണ്. എൻ്റെ അള്ള അവനോടൊരൽപ്പം ഒരു ദിക്റ് എല്ലാലും അവൻ പറയും അൽഹംദുലില്ലാ ഖബിൽതു നാസീക. ഭാര്യയോട് നിങ്ങൾ ഒരു വർഷം മുഴുവൻ കൊടുത്തു നോക്കി, രണ്ടാമത്തെ വർഷമാകുമ്പോൾ അവൾ പറയും നിങ്ങൾക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ട്, കഴിഞ്ഞ വർഷത്തെ പോലെയല്ല. അമ്മ പറയും കല്യാണം കഴിഞ്ഞപ്പോൾ നീ ആളാകെ മാറി, പണ്ടത്തെ പോലെയല്ല, ഇപ്പം നീ അവളുടെ വാക്കേ കേൾക്കും. മക്കൾ പറയും വാപ്പ ഒന്ന് പറഞ്ഞാലും മേടിച്ചു വരില്ല. അള്ളാഹിനോട് നിങ്ങൾ പറഞ്ഞു നോക്കി ഒരു അസ്തഗ്ഫിറുള്ള, അള്ളാഹ് പറയും റളീതു, ഞാൻ തൃപ്തിപ്പെട്ടു, നീ എത്ര പറഞ്ഞാൽ മതി. ഇതാണ് ഖാലിക്കും മഖ്ലൂക്കും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഖൈർ ഏതാ? ഇനി നമ്മൾ ജീവിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാവും. അവനെ തൃപ്തിപ്പെടുത്താൻ നോക്കി വളരെ എളുപ്പമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ദുനിയാവ് വെറുതെ, ഒരാളെ പോലും തൃപ്തിപ്പെടുത്തിയിട്ട് മരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. പറ്റുമോ എ വി ഉസ്താദ്? പറ്റുമോ? എ വി ഉസ്താദ് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറയും നിങ്ങൾ നന്ദിയിലെ പിള്ളേരെ ഈ പിള്ളേരെ നോക്കിയാൽ മതി, നമ്മുടെ പിള്ളേരെ ആരും നോക്കും അല്ലേ? കറക്റ്റ്. എ വി ഉസ്താദിൻ്റെ വീട്ടിലെ കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് എൻ്റെ കറാമത്തായിരിക്കും നിങ്ങൾ അറിയേണ്ടത്. എൻ്റെ വീട്ടിലേനോട് അതിനോട് താരതമ്യപ്പെടുത്താൻ എനിക്ക് വേറെ വഴി വേണ്ടല്ലോ. എന്തുകൊണ്ട്? അതവർ നമ്മളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ്. അവർ നമ്മളോടിത് പരാതി പറയുന്നത് കൊണ്ടാണ്, അവിടെ സ്നേഹമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ദജ്ജാൽ പോയാൽ പിന്നെ വരാതിരിക്കട്ടെ പടച്ചോനെ എന്ന് പള്ളിക്കിലേക്ക് നേർച്ചയിടുന്ന പെണ്ണാണെങ്കിൽ ഉണ്ടാവില്ല. അതവർക്ക് സ്നേഹം കൂടുന്നത് കൊണ്ടാണ്. പക്ഷെ അതിനനുസരിച്ച് ഉയരാൻ ചിലപ്പോൾ നമുക്ക് കഴിയാതെ വരും. അപ്പോഴാണ് പരിഭവങ്ങൾ ഉണ്ടാവും. പരാതികളല്ല, പരാതി വേറെ, പരിഭവം വേറെ, പരിമിതി വേറെ, പരിതാപം വേറെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനം വരെ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അവസാനം വരെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ മോഡൽ ഏതാ? ആ റോൾ മോഡലുകളായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാനൊരു ഖുർആൻ പറഞ്ഞ ഒരു പ്രമേയം, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന നന്മയുടെ തെളിച്ചത്തിന്റെ, വെളിച്ചത്തിന്റെ, ധർമ്മത്തിന്റെ, സത്യത്തിന്റെ ആ പാതയിലൂടെ നിങ്ങൾ നടന്നാൽ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമേതാ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹുവിന് നിങ്ങളോട് തൃപ്തിയാണ്, നിങ്ങൾക്ക് റബ്ബിനോട് തൃപ്തിയാണ്. വഅദലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ആ അൻസാറുകൾ മുഹാജിറുകൾ നടന്ന പാത ഇൻഷാ അല്ലാഹ് ഞാൻ വിവരിച്ചു തരാം. അവരെ നടന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ അല്ലാഹു നിങ്ങൾക്കെല്ലാം ബാക്കി വെച്ചിരിക്കുക. റബ്ബിന് നിങ്ങളോട് തൃപ്തിയാ. റബ്ബിന് നിങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെട്ടു. പിന്നെ ആർക്ക് വേണം? രാജാവ് പറഞ്ഞു നാളെ എൻ്റെ കൊട്ടാരത്തിൽ വരുന്ന എല്ലാവർക്കും അവർ ചോദിക്കുന്നൊക്കെ ഞാൻ കൊടുക്കും.
പിറ്റേ ദിവസം കൊട്ടാരവാതിൽ വലിയ തിരക്കായി. ആളുകളൊക്കെ അന്ന് രാജാവ് ചോദിച്ചതൊക്കെ രാജാവ് കൊടുത്തു, വാരിക്കോരി കൊടുത്തു, സ്വർണവും സ്ഥലവും ഒക്കെ കൊടുത്തു. ഒരു കൊച്ചുകുട്ടി മാത്രം ഒന്നും ചോദിക്കാതെ മാറി നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു, മോനെ, ബാക്കിയുള്ള ആളുകളൊക്കെ കിട്ടാൻ വേണ്ടി അടികൂടുകൺ, നീ മാത്രം ഞാൻ ചോദിച്ചതൊക്കെ തരാന്ന് പറഞ്ഞിട്ടും എന്തെങ്കിലും എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് തരും, തീർന്നു പോകൂല, പിന്നെ കിട്ടൂലല്ലോ, ബിവറേജസ് മാതിരിയാണ്, കിട്ടൂലല്ലോ, നീ എന്തുകൊണ്ട് ചോദിക്കാതെ മാറി നിന്നു എന്ന് ചോദിച്ചപ്പോ ബുദ്ധിമാനായ കുട്ടി പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന സാധനം തീർന്നു പോകൂല എന്ന് എനിക്ക് ഉറപ്പാണ്. മോനെ, നീ എന്താ ആഗ്രഹിക്കുന്നത്? എനിക്ക് രാജാവിനെ മതി, എനിക്ക് രാജാവിനെ മതി. രാജാവിനെ ആരും എടുത്തോണ്ട് പോലപ്പോ എനിക്ക് രാജാവിനെ മതി, ബാക്കിയുള്ള എടുത്തോട്ടെ. അപ്പൊ കുട്ടി ബുദ്ധിമാനാണ്. രാജാവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. ബാക്കിയുള്ളൊരു മണ്ടന്മാരാണ്. അവര് പവൻ സ്വർണം വാങ്ങിച്ചു, സ്ഥലം വാങ്ങിച്ചു പോയി. അവർക്ക് കിട്ടിയത് ജുസ്ആൻ, ഇവർക്ക് കിട്ടുന്ന കുല്ലാണ്. രാജാവിനെ കിട്ടണം. രാജാവിനെ കിട്ടിയാൽ ഖിദ്മത്ത് സേ ഖുദാ മിലേഗാ, ഇബാദത്ത് സേ ജന്നത്ത് മിലേഗാ. അള്ളാനെ കിട്ടിയാൽ എല്ലാം കിട്ടി. അവനല്ലേ യജമാനൻ, അവന്റെ കയ്യിലല്ലേ ഖജനാവിന്റെ താക്കോലുള്ളത്. ഖജനാവിന്റെ ഒരു ചെറിയ ഭാഗത്തിന് പടച്ചറപ്പിനോട് കരയുന്നത് എന്തിനാ? അള്ളാനോട് പറയണം, അല്ലാഹുവേ റദീനാ ബില്ലാഹി റബ്ബാ, എനിക്ക് നിന്നെ മതി അല്ലാഹുവേ. ഖജനാവിന്റെ താക്കോല് നിന്റെ കയ്യിലല്ലേ. വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ നിറഞ്ഞു നിൽക്കുന്ന ഖജനാവിന്റെ മാലിക് നീയാണല്ലോ, ഖാലിഖ് നീയാണല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളോട് അള്ളാനെ സ്നേഹിക്കാൻ കഴിയുന്ന പടച്ചറപ്പിന്റെ സാമീപ്യം കിട്ടുന്ന അൻസാറുകളും മുഹാജിറുകളും കാണിച്ചു തന്ന വഴിയിലൂടെ നടന്നു പോവുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖനാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാ ഉമർ? ആരാ? പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്ന ഉക്കാല ചന്തയില് സ്ഥിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ ഉക്കാല ചന്തയിൽ പെൺകുട്ടികളുടെ കയ്യിൽ പിടിച്ചിട്ട് നടന നൃത്തം ചവിട്ടിയ നീല വെളിച്ചത്തിന്റെ നക്ഷത്ര നിലാവുകൾ പെയ്തിറങ്ങുന്ന ഉക്കാല ചന്തയിലെ രാവുകള് സുന്ദരി പെണ്ണുങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് തെറിപ്പാട്ട് പാടിയിട്ട് താളം ചവിട്ടിയ ഖത്താബിന്റെ മകൻ ഉമർ ഉണ്ടല്ലോ. ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുതക്ക് മാനസാന്തരം ഉണ്ടായാലും ഖത്താബിന്റെ മകൻ ഉമറിന് മാനസാന്തരം ഉണ്ടാവില്ലെന്നൊരു സമൂഹം എഴുതി തള്ളിയ മനുഷ്യനല്ലേ. പിന്നെ ഒരു റൊമാൻറ്റിക് ഭാവനക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാതെ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ചു നിൽക്കിയ ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു ആയി മാറിയെങ്കിൽ അത് മുഹാജിറുകൾ നമുക്ക് കാണിച്ചു തന്ന വെളിച്ചമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇപ്പോഴും മദ്യവും മദരാക്ഷിയും ലഹരിയും നമ്മളെ ഭരിച്ചു കൊണ്ടുപോകുമ്പോ ഉമറിന്റെ വഴി തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയണ്ടേ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നടനനൃത്തത്തിന്റെ അസുരഭാവങ്ങളോട് വിട പറഞ്ഞിട്ട് അള്ളാന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ ഉമർ നമുക്ക് മാതൃകയാവണ്ടേ. കാലം കൊതിക്കുന്ന മഹാനെ പോലെ ഉമർ റളിയല്ലാഹു അൻഹു വിളങ്ങി നിൽക്കുമ്പോ എന്തേ നമുക്ക് കഴിയുന്നില്ല? ഈ കോഴിക്കോട് കടപ്പുറത്തിന്റെ തിരമാലകൾക്ക് പറയാൻ ആയിരക്കണക്കിന് കഥനകഥകളുള്ള ലഹരികൾ പിടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം ന്യൂ ഇയർ പ്രഭാഷണത്തിന് കോഴിക്കോട് കടപ്പുറത്ത് വരുമ്പോ അവസാന കോടിക്കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലി മനമുരുകി ദുആ ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയെടുത്ത് കാണിച്ചിട്ടുണ്ട്. ഉസ്താദേ, ഇത് കണ്ടോ? കഴിഞ്ഞ പുതുവത്സരത്തിന് കഞ്ചാവ് കുടിച്ചിട്ട് കൂട്ടുകാരുമായിട്ട് വഴക്കുണ്ടായപ്പോ ജാക്കിയുടെ ലിവർ കൊണ്ട് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ തല പൊട്ടിച്ചടാ എന്ന പ്രസംഗം കേട്ട് വകല് കേട്ട് മാനസാന്തരമുണ്ടായി. ഇന്ന് ഞാൻ ഈ അവസ്ഥയിലേക്ക് മാറി വാക്ക് വീണ്ട് ഈ കോഴിക്കോട് കടപ്പുറത്തിന്റെ മുമ്പിൽ വന്ന് കണ്ണീരൊലിപ്പിച്ചു പറഞ്ഞ ചെറുപ്പക്കാരന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. എന്തേ മാറണ്ട യുവാക്കള്, നിങ്ങൾ കഴിയുമോ? ഒരു മാസം മുമ്പ് പാകിസ്ഥാനിന്റെ ലാഹോർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നു പൊങ്ങിയ വിമാനം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ തകർന്നു വീണിട്ട് 46 പേര് മരണപ്പെട്ടു പോയി. പിറ്റേ ദിവസം ആ വാർത്ത പത്രത്തിൽ വായിച്ചിട്ട് എല്ലാവരും 46 പാകിസ്ഥാൻകാർ മരിച്ചു. പൊതുവേ തന്നെ ഇന്ത്യക്കാര് പലർക്കും അത് വായിച്ചാൽ അത് നല്ലതെന്ന് കരുതുന്ന ആളുകളാണ് കൂടുതൽ. പാകിസ്ഥാൻകാരല്ലേ
പക്ഷേ ആ വാർത്തയുടെ പുറകെ ഒരു പ്രഭാഷകന്റെ കൗതുകത്തോടെ സഞ്ചരിച്ചപ്പോഴാ മനസ്സിലായത്, കഴിഞ്ഞ ഒരു മാസം മുമ്പ് റബീഉൽ അവ്വൽ തുടങ്ങിയ റബീഉൽ അവ്വലിന്റെ രണ്ടാമത്തെ ദിവസമാ ഹബീബായ നബി തങ്ങളുടെ മദഹിന്റെ രാത്രികൾ പുണരുകയാണ്. ലാഹോർ വിമാനത്താവളത്തിൽ നിന്ന് എന്ന് പറഞ്ഞിയ വിമാനം തകർന്ന് തരിപ്പണമായപ്പോ അതിൽ മരിച്ച 46 പേരിൽ ഒരാളുണ്ടായിരുന്നു, ജുനൈദ് ജംഷീദ്. ആരാ ജുനൈദ് ജംഷീദ് എന്നറിയോ? 1990കളുടെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ യുവാക്കളെ പോപ്പ് സംഗീതത്തിന്റെ മാസ്കർവതയിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് പാതിരാവിന്റെ നിശബ്ദതയിൽ നീലബൾബുകളുടെ അരണ്ട വെളിച്ചത്തിൽ സുന്ദരികളായ പെൺകുട്ടികളുടെ കയ്യിൽ പിടിച്ച് മനം മരക്കുന്ന പോപ്പ് സംഗീതം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ മാറ്റിമറിപ്പിച്ച ജുനൈദ് ജംഷീദ്, അദ്ദേഹത്തിന്റെ കൈ പിടിക്കാത്ത പെൺകുട്ടികളില്ല. അന്ന് 1990 അദ്ദേഹത്തിന്റെ പോപ്പ് സംഗീതം പാകിസ്ഥാന്റെ മാദക ലഹരിയായി മാറുമ്പോ ഏതിനും ഒരു വഴിത്തിരിവില്ലേ. കോടിക്കണക്കിന് ഡോളറുകൾ പോപ്പ് സംഗീതത്തിന്റെ താരനിശകൾ കൊണ്ട് സമ്പാദിച്ച ജുനൈദ് ജംഷീദിന്റെ ജീവിതത്തിലേക്ക് മൗലാന താരിഖ് ജമാൽ എന്ന പ്രബോധകൻ കടന്നു വന്നു. ആ പ്രബോധകനുമായുള്ള അവിസ്മരണീയമായ കൂടിക്കാഴ്ച ജീവിതത്തിന്റെ വഴിമാറ്റമായി. പിന്നീട് അദ്ദേഹം ആത്മീയമായ വഴികളിലോട്ട് തിരിഞ്ഞു വന്നു. അവസാനം അദ്ദേഹത്തിന് കൂട്ടുകാരനായി പാകിസ്ഥാന്റെ ലോകകപ്പ് ക്രിക്കറ്റിന്റെ റെക്കോർഡ് ഉടമ സയ്യിദ് അൻവർ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായി. ആരാ സയ്യിദ് അൻവർ എന്നറിയോ? ക്രിക്കറ്റ് കളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുമ്പോ സയ്യിദ് അൻവർ ഓതിയ ഖുർആനിന്റെ പാരായണം കേട്ടിട്ടാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഏക ക്രിസ്ത്യാനിയായ യൂസുഫ് യോഹന്ന മുഹമ്മദ് യൂസുഫായി ഇസ്ലാമായത്. ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്നത് കേട്ട് ഇസ്ലാമിലേക്ക് ഒരു ക്രൈസ്തവ ചെറുപ്പക്കാരന് കൈപിടിച്ചു കൊണ്ടുവന്ന സയ്യിദ് അൻവർ കൂട്ടുകാരനായി. അവസാനം പോപ്പ് സംഗീതത്തോട് വിട പറഞ്ഞതിലൂടെ കിട്ടിയ സമ്പാദ്യങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞ് മൗലാന ജുനൈദ് ജംഷീദ് പ്രഖ്യാപിച്ചു, ഇനി ഞാൻ ഒരു പുതിയ സംഗീതത്തിലേക്ക് ഞാൻ എൻ്റെ ഹൃദയത്തെ കൊണ്ടുപോവുകയാ. ആ സംഗീതം ഞാൻ തുടങ്ങാൻ തെരഞ്ഞെടുത്ത വേദിയതെന്നറിയോ? നേരെ പോയി മദീനത്തുൽ മുനവ്വറയുടെ പച്ചക്കുപ്പയുടെ താഴത്ത് ചെന്ന് സയ്യിദ് ബഹുമാനപ്പെട്ട ജുനൈദ് ജംഷീദ് പ്രഖ്യാപിച്ചു, ഇതേവരെ വന്ന വഴികളോട് വിടാ, മദ്യത്തോട് വിടാ, സംഗീതത്തോട് വിടാ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ചാരത്ത് നിന്ന് ഞാനൊരു പുതിയ സംഗീതം തുടങ്ങുകയാ. റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്ന് നേകം പുതിയ സംഗീതം ആലപിക്കാൻ തുടങ്ങി. ഏതാ സംഗീതമെന്നറിയോ? മൗലായ സല്ലി വ സല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആമിൻദദ കുരുജി ദീസലമിന് അയൽവക്കക്കാരന്റെ വിരഹവേദനയിൽ പൊട്ടിക്കരയുന്ന ആഷിക്കിന്റെ പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ അഭിലാഷത്തിന്റെ അഭിവാന്തയുടെ തെളിമയുടെ ഗാനം മഹാനായ ജുനൈദ് ജംഷീദിന്റെ ഹൃദയത്തിലേക്ക് പാടി. ഇന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തു നോക്ക്, ഹബീബായ നബി തങ്ങളുടെ പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ നേത്ത് പാടിയിട്ട് പൊട്ടിക്കരന്ന് കടം തല്ലിയാ തൊടുകുന്ന കണ്ണുനീര് കൊണ്ട് അവസാനം കഴിഞ്ഞ കാല ജീവിതത്തിനോട് ഇസ്തിഗ്ഫാർ പറന്ന് തിരിച്ചു പോകുന്ന ജുനൈദ് ജംഷീദിനെ പോലെ മോനെ, ആ ജുനൈദ് ജംഷീദ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടിയ മഹാനായ മനുഷ്യന് അദ്ദേഹം ഫ്ലൈറ്റ് അപകടത്തിൽ കൊല്ലപ്പെട്ടുന്നത് മറ്റൊരു റബീല. ഇതൊരു യാദൃശ്ചികതയാണോ? ഇതൊരു ആകസ്മികതയാണോ? അഭിനവകാല സമൂഹത്തിന്റെ അനാവശ്യങ്ങളും അശ്ലീലതകളും ആവർത്തനങ്ങളാക്കി മാറ്റുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാന്മാരായ സഹാബത്തിനെ പോലെ വല്ലദീന തബഊഹും നന്മയുടെ വഴിയിലൂടെ നടക്കാൻ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാവണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പരിവർത്തനത്തിന് മാറ്റമുണ്ടാകണ്ടേ? ഇന്ന് ഈ വരക്കിലും മക്കാമിലും നിന്ന് നമുക്കൊരു പുതിയ ജീവിതത്തിന് പുതു ചിന്തയിടാം. അല്ലാഹുവേ, ഇതേവരെയുള്ള എൻ്റെ ദിവസങ്ങൾ കടന്നുപോയി. വലമ്മന ഖലല്ലയ്യാമു മിൻ ദൂലി ഗഫലതി ബിആമാരി മഗ്റൂരിൻ വഅമാലി സല്ലതി. എൻ്റെ ഇന്നലകളുടെ ജീവിതങ്ങൾ വെറുതെ നശിച്ചു പോയല്ലോ റബ്ബേ. അല്ലാഹു നമുക്ക് അതുപോലെ ആവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഗ്രഹമുണ്ടായാൽ നടക്കും ജുനൈദ് ജംഷീദിനെ പോലെയാവാൻ, കാലം കാത്തിരുന്ന മഹാന്മാരെ പോലെയാവാൻ, ഉമറിനെ പോലെയാവാൻ. ഇന്ന് ഉമറില്ല, അബൂബക്കറില്ല. അല്ലാഹു റളിയല്ലാഹു തആല അൻഹും. അല്ലാഹു നമുക്ക് അങ്ങനെ ആകാൻ ഒരു കൊതി തരട്ടെ. ഒന്ന് ആമീൻ പറ മനുഷ്യന്മാരെ. നിങ്ങൾക്ക് കൊതി തോന്നണില്ലേ? ഇങ്ങനെയൊക്കെ ആവണമെന്നൊരു കൊതിയില്ല ഇവരെയൊക്കെ കേൾക്കുമ്പോൾ?
ഇതിപ്പോൾ 1 മാസം മുമ്പ് നടന്ന സംഭവമാണ്. നമ്മുടെ മനസ്സിനൊരാഗ്രഹം എന്തായാലും ഇൻഷാ അല്ലാഹ് നടക്കും. വഅദ് പറയൽ മാത്രമല്ല, മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാവണം. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടാവണം. പടച്ചോനെ എനിക്കും ഇങ്ങനെ ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചാൽ അൽഹംദുലില്ലാഹ് അങ്ങനെ തന്നെയാവും. ഞാനതിനൊരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഖുർആനിൽ നിന്നൊരു കഥ പറഞ്ഞുതരട്ടെ. നമ്മൾ ഉറങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, ഖുർആന്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കണം. ഖുർആൻ ഒരു വിസ്മയമാണ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ ജനുവരി 25 നന്ദിയിൽ 24 ഖുർആൻ വിസ്മയത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമെന്ന് ആരോ കൊടുത്തൊരു വിഷയം ഫ്ലെക്സിൽ എഴുതിയിരിക്കണം. ഇന്നലെ ഞാൻ ഇതുവരെ വന്നപ്പോൾ കണ്ടു. എവി പറഞ്ഞാൽ സമയമില്ല, പറയാം. അവിടെ വെച്ച അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഖുർആൻ അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് ഖുർആന്റെ വിസ്മയം ഞാൻ ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് പറയാം. ആദ്യം ഇവിടെ വെച്ച് നമ്മളൊന്ന് ആഗ്രഹിക്കണം, അള്ളാഹു എനിക്കങ്ങനെ ആവണം. ഇന്ന് ആരുമില്ല. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പണ്ട് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. ഇപ്പം തലപ്പത്തിരിക്കാനാണ് ആൾ കൂടുതൽ, ഇരുത്താത്തതാണ് വലിയ പ്രശ്നം. എല്ലാവർക്കും പ്രശ്നം തലപ്പത്തുനിന്ന് താഴെ ഇറങ്ങി പോണോണ്ടാണ് അതിനൊന്നും സാധ്യമാവാത്തത്. CH എഴുതിയതിൻ്റെ ഹെഡിങ് തന്നെ സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. എന്നിട്ട് എൻ്റെ താഴെ എഴുതുകയാണ്, നമ്മുടെ സമുദായത്തിൽ നിന്ന് അബൂബക്കർ ഉണ്ട്, പക്ഷെ അബൂബക്കർ സിദ്ദീഖില്ല. സമൂഹത്തിൽ ഉമർ ധാരാളമുണ്ട്, പക്ഷെ ഉമർ ബിൻ ഖത്താബില്ല. നമുക്ക് ധാരാളം സയ്യിദ് ഉണ്ട്, പക്ഷേ സയ്യിദ് ബിൻ അബീ വഖാസ്. നമുക്ക് ധാരാളം ഖാലിദ് ഉണ്ട്, പക്ഷേ ഖാലിദ് ബിൻ വലീദില്ല എന്ന് CH എഴുതിയൊരു ലേഖനം പണ്ട് ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ട് യഥാർത്ഥത്തിൽ കൃത്യമാണ്. കഴിഞ്ഞ പോലെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് ചുക്കാൻ പിടിച്ച വ്യക്തിത്വങ്ങൾക്ക് തത്തുല്യമായൊരു വ്യക്തിത്വത്തെ തിരിച്ചു കാണിക്കാൻ നമുക്ക് കഴിയാത്തതാണ് ഏറ്റവും വലിയ ദുരന്തം. അബ്ദുല്ലാഹി ബിൻ യാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു വിശാലമായൊരു പദ്യമുണ്ട്, അത് മറന്നുപോയി. മഹാനായ അബ്ദുല്ലാഹി ബിൻ യാഫി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ അങ്ങനെ ആവാൻ നിങ്ങൾ ശ്രമിക്കുമോ? എന്തത്? ഇൻഷാ അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. മഹാനായ അബ്ദുല്ലാഹി ബിൻ യാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു പദ്യമുണ്ട്, ഞാൻ മറന്നുകൊണ്ട് പിന്നെ പറയാം. എന്താ കാലമേ എന്ന് വിളിച്ചിട്ടൊരു പദ്യമാണ്. കാലമേ നീ എന്താ ഇപ്പോ കുട്ടികളൊന്നും സഅൽതു സമാനി ലിമാറാകി അകീമാ വകുന്തി വലൂദർ റിജാലു ഖദീമാ. മുത്തല്ലിഖൊന്നും അറിഞ്ഞൂടാ? പണ്ടങ്ങാണ്ട് ഉസ്താദ് പഠിപ്പിച്ചാണ്. അൽഫിയ പഠിക്കും ഒരു ഷായർ വൈത്ത് വന്നപ്പോൾ കണ്ട് പറഞ്ഞു, ഓർമ്മയില്ല, പിന്നീട് പറയാം. അബ്ദുല്ലാഹി ബിൻ യാഫി റളിയല്ലാഹു തആല അൻഹു പറയാ, ഞാൻ കാലത്തോടൊരു ചോദ്യം ചോദിച്ചു. കാലം വലിയൊരു അത്ഭുതമാണ്, കാലമാണ് അത്ഭുതം. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദതൻ കുബറാ. മഹാനായ ബദരീങ്ങളെ ലോകത്തോട് കവി ഉപയോഗിച്ചത് കാലത്തെ പോലെയാണ്. അവർ കദ്ദഹിരി ഫീ ഹിമ്മത്തിൻ, അവർ മനക്കരുത്തിലെ കാലത്തെ പോലെയാ. കാലത്തിനേക്കാൾ മനക്കരുത്താർക്കാണുള്ളത്? കാലത്തിനേക്കാൾ മനക്കരുത്ത് എത്ര പേരുടെ പതനമാണ് കാലം കണ്ടത്. ഫിറഔൻ പൊങ്ങിച്ചാവുന്നത് കാലം കണ്ടതാണ്. ആയിരങ്ങൾ മരിക്കുന്നത് കാലം കണ്ടതാണ്. കാലം കാണാത്ത കാഴ്ചകൾ ഏതാണ്? എൻ്റെ കാലത്തിൻ്റെ മനക്കരുത്ത് എത്രയാ? ഞാൻ കാലത്തോട് ചോദിച്ചു, കാലമേ സഅൽതു സമാനി ലിമാറാകി അകീമാ വകുന്തി വലൂദർ റിജാലു ഖദീമാ. ഈ പാട്ടുകൾക്ക് വളരെയേറെ അർത്ഥമുണ്ട് ഈ ആധുനിക തലങ്ങളിൽ. കാലമേ നീ എന്താ ഇപ്പോ നല്ല നല്ല ആളുകൾ നിന്റെ ഗർഭപാത്രത്തിൽ പിറക്കാത്തതെന്ത്? കാലമേ ഇതിനു മുമ്പ് നീ നല്ല നല്ല മക്കളെ നീ പ്രസവിച്ചതാണല്ലോ. വകുന്തി വലൂദർ റിജാലു ഖദീമാ, നീ എത്ര നല്ല മക്കളെ പ്രസവിച്ചതാണ് കാലമേ. നീ അബൂബക്കറിനെ പ്രസവിച്ചുവല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു നിന്റെ ഗർഭപാത്രത്തിൽ ജന്മമെടുത്തുവല്ലോ, ആയുധധാരിയായ ഖാലിദിന് ജന്മം കൊടുത്തു നീ, സഅദിന് ജന്മം കൊടുത്തു നീ, സലാഹുദ്ദീൻ അയ്യൂബിക്ക് ജന്മം കൊടുത്തു നീ, ഉമർ മുഖ്താറിന് ജന്മം കൊടുത്തു നീ, ഹസനുൽ ഹുലൈബിക്ക് ജന്മം കൊടുത്തു നീ, നൂറുദ്ദീൻ സംഗിക്ക് ജന്മം കൊടുത്തു നീ. ഇപ്പോഴെന്താണ് കാലമേ നീ ഇപ്പോ നല്ല നല്ല മക്കളെ പ്രസവിക്കാത്തതെന്താ? അപ്പ കാലം എന്നോട് തിരിച്ചു മറുപടി പറഞ്ഞു,
فقالت لأني قد كبرت وقدنا قالت لأني قد كبرت وقدنا رحيلني إلى الأخرى وصرت سقيما ولم يبق في الأولاد إلا حثالة وفارقني من كان قبل كريما. ആ സമയത്ത് കാലം എന്നോട് മറുപടി പറഞ്ഞു. കാലം പറയാ, അബ്ദുല്ലാഹിബ്നു ആഫി, നിങ്ങൾ എന്താണ് എന്നോട് പറഞ്ഞത്? ലിയന്നി ഖദ് കബർതു വഖദ്ദനാ, ഞാനിപ്പോ വാർദ്ധക്യത്തിലേക്ക് അടുത്തിരിക്കുകയാ. കാലം എത്ര കടന്നിട്ട് കാലത്തിന് എത്ര വയസ്സായി മാറി. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ആഫി, എനിക്ക് കാലമായി. വസിറതു സഖീമാ, ഞാൻ രോഗം കൊണ്ട് ക്ഷയിച്ചു പോയി. ആഫി വലം യബ്ക ഫിൽ ഔലാദി ഇല്ലാ ഹുസാറത്തുൻ, എന്റെ മക്കളിൽ കുറെ ചണ്ടികളല്ലാതെ, ഒന്നിനും കൊള്ളാത്ത ചണ്ടികളല്ലാതെ എന്റെ മക്കൾ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. വഫാറകനി മൻ കാന ഖബിലു കരീമാ, എന്നെ നല്ല നല്ല മക്കളൊക്കെ മരിച്ചുപോയി. ആഫി കാലം പറഞ്ഞ മറുപടി എത്ര യോജിതമായ മറുപടിയാ. എന്നെ നല്ല നല്ല മക്കൾ ലോകത്തോട് വിട പറഞ്ഞു പോയി. അബൂബക്കർ സിദ്ദീഖ് പോയി, ഉമർ റളിയല്ലാഹു അൻഹു പോയി, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി പോയി. ഇനി കുറെ ചണ്ടികളല്ലാതെ മറ്റു മക്കൾ എന്റെ ഹൃദയത്തിൽ ഇപ്പോ ജീവിച്ചിരിപ്പില്ലെന്ന് കാലം മറുപടി പറഞ്ഞതുപോലെ ഇനി എന്നാനൊരു അയ്യൂബി പറക്കുക, ഇനി എന്നാനൊരു ഉമർ മുഖ്താർ പറക്കുക. ബശാറുൽ അസദിന്റെ ഏകാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും അധികാരത്തിന് അപ്പോസ്തലന്മാര് അലപ്പോവിലെ പാവപ്പെട്ട യുവാക്കൾ ചോദിക്കുകയാ, ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾ വിഷം കൊടുത്തു കൊല്ലട്ടെയോ, ഞങ്ങളുടെ പെൺമക്കളെ ഞങ്ങൾ വിഷം കൊടുത്തു കൊല്ലട്ടെയോ? കയറുകൊണ്ട് തൂണിൽ ബന്ധിക്കപ്പെട്ടിട്ട് ബശാറുൽ അസദിന്റെ പട്ടാളക്കാര് തങ്ങളുടെ ഭാര്യയെയും മക്കളെയും കൺമുമ്പിൽ കിടത്തി മലത്തി കിടത്തി മാനഭംഗം ചെയ്യുമ്പോ ബോംബുകളുടെ പ്രഹരങ്ങളേറ്റിട്ട് ബോംബിന്റെ ആയുധങ്ങളെ ശരീരത്തിലേക്ക് തുളച്ചു കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോ അനസ്തേഷ്യ കൊടുക്കാൻ മരുന്നില്ലാതെ പച്ച ശരീരത്തിലേക്ക് കത്രി കൊണ്ട് വലിച്ചു മൂറുമ്പോ 10-11 വയസ്സുള്ള ബോംബുകളുടെ ചീളുകൾ തുളച്ചു കയറി വേദനിക്കുന്ന അലപ്പോയിലെ കുട്ടികൾ വിളിച്ചു ചോദിക്കുകയാ, വജഅലനാ മിൻ ലദുനക വലിയാ വജഅലനാ മിൻ ലദുനക നസീറാ. ഇനി എന്നാ നിങ്ങൾക്കൊരു സലാഹുദ്ദീൻ അയ്യൂബിയെ കിട്ടുക? ഇനി എന്നാ ഒരു ഉമർ മുഖ്താറിനെ കിട്ടുക? അള്ളാന്റെ റസൂലിന്റെ ആദ്യത്തെ ഖിബലയുടെ മോചനത്തിന് വേണ്ടി നെഞ്ചിലേക്ക് പിടയുന്ന നെഞ്ചിലേക്ക് വെടിയുണ്ടകളേറ്റു വാങ്ങി 100 കണക്കിന് മക്കളുടെ മയ്യത്തൊന്നിച്ച് നിസ്കരിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രാന്തപ്രദേശത്തെ കബറടക്കുമ്പോ പാവപ്പെട്ട ഫലസ്തീനികൾ വിളിച്ചു ചോദിക്കുകയാ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല അല്ലാ എന്ന് വിളിച്ചു ചോദിക്കുമ്പോ ഒരിക്കൽ കൂടി കാലം കുതിക്കുന്ന മഹാന്മാരെ പോലെ കാലഘട്ടത്തിന്റെ ഗർഭപാത്രത്തിൽ പിറവിയെടുക്കാൻ ഇനി ഒരു അയ്യൂബി വരുമോ? ഇനി ഒരു മുഖ്താർ വരുമോ? ദ ലയൺ ഓഫ് ഡിസേർട്ട്, സിബിയൻ സൈകത ഭൂവിലെ ഗർജിക്കുന്ന സിംഹത്തെ പോലെ തൂക്കുമരത്തിലേക്ക് കയറി പോകുമ്പോ ഇത് ലോകത്തിന്റെ ചരിത്രമല്ലേ? മഹാനായ ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു അൻഹുവിനെ കടുമരത്തിൽ കയറിയപ്പോ, ഹുബൈബേ നിന്നെ കടുമരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം, അലൈക നഈമുദ് ദുനിയാ, നീ ആഗ്രഹിക്കുന്നതൊക്കെ തരാം ഹുബൈബേ എന്ന് പറയുമ്പോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ കടുമരത്തിൽ കിടന്നിട്ട് ശരീരത്തിന്റെ അവസാനത്തെ ശ്വാസം പോകുമ്പോ വിശുദ്ധമായ ഖുർആൻ സ്വാഗതം പറഞ്ഞ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സന്തോഷമടഞ്ഞ ആത്മാവേ സ്വർഗം കണ്ട് മരിച്ചു എന്ന് സുവിശേഷ വാർത്ത പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയായി മുസ്സോളിനിയുടെ പട്ടാളക്കാര് തൂക്കിലേറ്റുമ്പോ അവസാന സമയത്ത് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്ന സൂറത്തുൽ ഹശ്റിന്റെ ആയത്തോതിയിട്ട് വിട പറഞ്ഞ ലോകത്തിന്റെ നായകൻ ഉമർ മുഖ്താറിനെ പോലെ ഇനി എങ്ങനെയാണ് കാലം കൊതിക്കുന്ന മഹാന്മാരെ വീണ്ടെടുക്കുക? അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കാൻ ശംസുൽ ഉലമയുടെ ചാരത്തെത്തിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇനി ഒരു ഉമറാവാൻ നമുക്ക് കഴിയില്ലെങ്കിൽ, ഒരു അബൂബക്കറാവാൻ നമുക്ക് കഴിയില്ലെങ്കിൽ, ഒരു ഖാലിദാവാൻ നമുക്ക് കഴിയില്ലെങ്കിൽ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ
നമുക്കാകാൻ കഴിയുന്നത് നമുക്കാവുകയില്ലേ? ഇപ്പൊ നിങ്ങളെ കൊണ്ട് ആവാൻ കഴിയുന്ന ഒരു ചരിത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവേ, ചരിത്രം പറഞ്ഞ് ചോരകളെ ത്രസിപ്പിക്കാനല്ല, ഭാഷകളുടെ ആവേശ ഗരിമ കാണിക്കാനല്ല. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങൾ ദുർബലരാണ്, ഞങ്ങളുടെ ഈമാൻ ദുർബലമാണ്. ഇന്നലത്തെ സഹാബത്താവാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്നാൽ ഖുർആൻ പറയുന്ന ആവാൻ കഴിയുന്നവരെ കൊതിക്കാൻ നമുക്ക് കഴിയില്ലേ? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഉമർ അബൂബക്കറും ആവാൻ കഴിയില്ല, എന്നാൽ നമുക്കിപ്പോൾ ആവാൻ കഴിയുന്ന ഒരാഗ്രഹം ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ആ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് ആവൂ. ഞാനിപ്പോൾ എത്ര ചരിത്രം പറഞ്ഞാലും എനിക്കും ആവാൻ പറ്റില്ല. കടുമരത്തിൽ കയറുന്ന സമയത്ത് നിനക്ക് വേണ്ടതൊക്കെ തരാമെന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഇൻഷാ അല്ലാഹ് കെട്ടി താഴെ ഇറക്കാൻ പറയാൻ നമ്മളെ കൊണ്ടുവച്ചു. നമ്മളങ്ങനെ ഈമാൻ ദുർബലമായ ആളുകളാണ്. കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനെ കണ്ടാൽ അള്ളാഹ് നമുക്ക് പേടിയാണ്. അങ്ങനെയുള്ള നമ്മളോട് ഇനിയിപ്പോൾ ഹസനുൽ ഹുദൈബി എന്നും പറഞ്ഞിട്ട് നമുക്ക് കഥയില്ല. നമുക്ക് കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനെ കണ്ടാലും കാലിൻ്റെ മുട്ടി ഇടിക്കണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു കണ്ണന്തെങ്കിൽ എങ്കിലും വെക്കും. എന്നാൽ ഞാനിപ്പോൾ ഈ മക്കാമിൽ ഇവിടെ വെച്ചിരുത്തി, ഇത് ശംസുൽ ഉലമയുടെ മണ്ണാണ്. നവറല്ലാഹു മർക്കദ. നമ്മുടെ ചാരത്ത് കിടക്കുന്നുണ്ട് മഹാനായ ശംസുൽ ഉലമ നവറല്ലാഹു. ഇവിടെ വെച്ച് നിങ്ങൾക്ക് ആവാൻ കഴിയുന്നൊരു സ്വപ്നം ഖുർആൻ പങ്കുവെക്കുന്നുണ്ട്. ഈ സദസ്സുമായി യോജിച്ച എൻ്റെ വിഷയത്തെ ഞാൻ അങ്ങോട്ട് കൊണ്ട് ആ കഥ ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നിങ്ങളങ്ങനെ ആവുമോ? ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കി. കൈയുള്ളവരൊക്കെ പൊക്ക്. പൊക്ക് മനുഷ്യന്മാരെ, വലിയ പരിപാടി. നിങ്ങൾ MLA MP ആവാനല്ല, അത് 5 വർഷത്തേക്കല്ലോ. അത് ഇന്ന് MLA ആവുന്ന നാളെ പ്രതിനിധിയാവും, ഇന്ന് MP ആവുന്ന നാളെ മന്ത്രിയാവും. അതൊക്കെ പറയാം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം ഇമ്മ LDF ഇമ്മ UDF, അങ്ങനെയാണ് നമ്മുടെ കഥ. അതൊന്നൊരു വലിയ വിഷയമല്ല. ഇപ്പം ഖുർആൻ സൂറത്ത് ആല ഇമ്രാൻ, ഞാനൊരു രസകരമായ കഥ പറഞ്ഞാൽ ഒത്തിരി ഗുണപാഠമുണ്ട്. എൻ്റെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അതൊന്ന് മനസ്സിലാക്കിയിട്ട്, ഞാനിപ്പോൾ എത്ര ആവേശത്തിൽ പ്രസംഗിച്ചാലും എനിക്ക് ആവേശം കൂടും, അങ്ങോട്ട് പോകും. പക്ഷേ നടപ്പിലൊന്നും വരില്ല. അത് കേൾക്കുമ്പോൾ ഒന്ന് രോമമൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഉസ്താദേ ഒന്നൊന്ന് രോമാഞ്ചം വന്നിട്ട് വയ്യ. പക്ഷേ ആവാൻ പറ്റുന്ന ഒന്നുണ്ട്. അള്ളാഹു നമ്മളെ അവിടെ ആക്കട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആല ഇമ്രാൻ. ഞാൻ കഥ പറഞ്ഞു തരട്ടെ. പറയണോ? നിങ്ങളൊരു 3 സലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഖുർആന്റെ കഥ പറഞ്ഞു കഴിയുമ്പോ ഞങ്ങളെ നീ അതേപോലെ ആക്കി തരണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് ശംസുൽ ഉലമയുടെ മണ്ണ്, ദുആഇ ഹിജാബത്തുള്ള മണ്ണ്. ഈ സംഘാടകരായ മുത്തഅല്ലിമീങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ബക്കറ്റുമായിട്ട് വരും. ഇത് സാധു സഹായ സമിതിയല്ല, ഇത് റിലീഫ് സെല്ലല്ല, ഇത് അല്ലാഹുവിന്റെ കലാമിനെ നിലനിർത്താനുള്ള പോരാട്ടമാണ്. ഈ ബക്കറ്റുമായി ഇനി പോയി ഈ വരണധാര മുത്തഅല്ലിമീങ്ങളാണ്. തുസബ്ബിഹുൽ ഹീതാനു ഫിൽ മാ വഫിൽ ഫലാ വഹൂസും വതൈറും ഫിൽ ഹവാഇ മുസഖറു. ആകാശഭൂമികളിലെ മത്സ്യവും പക്ഷിപർവാദികളും ഇസ്തിഗ്ഫാറിന് തേടുന്ന മുത്തഅല്ലിമീങ്ങളെ ഞാൻ പറഞ്ഞു വിടുക. കായുണ്ടോന്ന് നോക്കട്ടെ. എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. മോദി എല്ലാം നിരോധിച്ച് 2000 നോട്ടാക്കി ഫുള്ള്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്വീകരിക്കട്ടെ. 2000 ഒരു വയലറ്റ് കളറുള്ള കണ്ടാൽ പൈസ കൊടുക്കാമില്ല. അത്രയ്ക്ക് ഗ്ലാമറാ നോട്ടിന്. എന്താ ഗ്ലാമർ! വയലറ്റ് നല്ല കളർ. 2000 നോട്ട് കെട്ടിയ വെണ്ണു ഒരുപോലെയാണ്. ആദ്യം കിട്ടുമ്പോൾ എന്താ തുള്ളിച്ചാട്ടം, പിന്നെ അല്ലേ അറിയത് മാറ്റിയെടുക്കാൻ പറ്റൂല. ആദ്യൻ്റെ വയലറ്റ് കളറും അതിൻ്റെ മൊഞ്ചും ഒക്കെ കാണുമ്പോൾ എന്താ തുള്ളിച്ചാട്ടം. അത് പിടിച്ചിട്ട് സെൽഫി എടുക്കണം. പിന്നെ അല്ലേ അറിയാൻ ഒരു വറക്കത്തിന് പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുള്ളൂ, മാറ്റിയെടുക്കാൻ പറ്റൂല. കിട്ടിയത് കിട്ടിയതാ. അള്ളാഹു നമ്മളെ നമ്മുടെ ഭാര്യമാരോടൊത്ത് സന്തോഷകരമായ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ മക്കാമിൻ്റെ പരിസരത്ത് വെച്ച് ദുആ ചെയ്ത ഉറപ്പാണ്. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അതോടൊപ്പം ഒരു നല്ല സദക്ക ഹാഫിളീങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു സദക്ക കൊടുക്കാൻ അവസരം വേറെ ഇല്ല. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ഇൽമ പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണ് ഇവിടെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവേ
അതിന് സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അവരേതാഗ്രഹത്തോടെ അല്ലാഹുവേ പടച്ചവനെ, നീ ഏതൊക്കെ ആഗ്രഹത്തോടെ സദഖ ചെയ്യുന്നുവോ ആ സദഖകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. രോഗമുള്ളവനാണ്, രോഗം നീ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കടബാധ്യതകളുള്ളവരാണെങ്കിൽ കടബാധ്യത മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. എന്താ കഥ? പെട്ടെന്ന് പറയാം, മണി 11 തുടങ്ങിയപ്പോൾ ഇത്തിരി വൈകിപ്പോയി. ഇവിടെ വെച്ചത് ഞാൻ യഥാർത്ഥത്തിൽ കാറിലിരിക്കുമ്പോൾ തലവേദന കാരണം ഞാൻ ഭാര്യയോടും മക്കളോടും മുന്നേ മിണ്ടരുത്, അവർ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ സീറ്റ് ചാരി വെച്ചിട്ട് കിടക്കുക. ഇവിടെ വന്ന് ഇറങ്ങണ വരെ ഞാൻ പറഞ്ഞു ഒന്നും പ്രസംഗിക്കാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണം, ഉറക്കമില്ല. ഭാര്യയും മക്കളും കൂടെ ഉള്ളതുകൊണ്ട് രാത്രി മക്കൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. സാധാരണ ഞാൻ ഉറങ്ങിയാൽ ഒരു അലാറം വെച്ച് ഇപ്പോൾ 3 അലാറമാണ്. ഒന്ന് 11 വയസ്സ്, ഒന്ന് 8 വയസ്സ്, ഒന്ന് 3.5 വയസ്സ്. ഇത് കൂടെ അടിക്കുന്നതുകൊണ്ട് ഉറക്കം നടക്കില്ല. നല്ല തലവേദനയാണ്. അൽഹംദുലില്ലാഹ് ഇറങ്ങി ദുആ ചെയ്തു, കയറി ഉഷാറായി. ഇങ്ങനെ പ്രസംഗിക്കുന്ന ഏതായാലും ഞാൻ മനസ്സിൽ കരുതി വന്നാൽ പിന്നെ ഒരു സമയം താമസത്തിനൊരു അസ്വസ്ഥത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അല്ലാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കട്ടെ. പ്രതീക്ഷയ്ക്ക് അപ്പുറം ഒരു വലിയ സദസ്സ്, ധാരാളം പെണ്ണുങ്ങളുണ്ട്. ഒന്ന് നിങ്ങൾ ഈ വാത് കേട്ടോളി. വിശുദ്ധമായ ഖുർആൻ ഇന്ന് എത്ര തീയതി? ഇവിടെ 28 ഡിസംബർ 28 തന്നെയല്ലേ? നിങ്ങൾ കോഴിക്കോടുകാർ വലിയ മിടുക്കന്മാരാണ്. തിരുവനന്തപുരം വരെ മംഗലാപുരം വരെ ദേശീയപാതയുടെ മുഴുവൻ ഓരത്തും കോഴിക്കോടൻ കുലുക്കി സർബത്ത്. അങ്ങനെ ഒരു സർബത്ത് കോഴിക്കോടില്ല. നമ്മുടെ നാട്ടിലും കോഴിക്കോടൻ കുലുക്കി സർബത്ത് കയ്യുമേ പിടിച്ച് 3 കുലുക്കിയതായി. അലുവ കോഴിക്കോടൻ അലുവ എല്ലാം കോഴിക്കോടനാണ്. പിന്നെ ആലുവയിൽ മാത്രമുള്ള ആലുവ അടുപ്പ്. ആലുവ തന്നെ പ്രസിദ്ധമാണ്. അവിടെ ഒരു പുകയില്ലാത്ത അടുപ്പുമുണ്ട്, ഒരു അസലില്ലാത്ത തരീക്കത്തുമുണ്ട്, രണ്ടുമുണ്ട്. ഇല്ല, സാധാരണ അടുപ്പിൽ പുക വരലാണ് അസല്. പുകയില്ലെങ്കിൽ ഖിലാഫുൽ അസലാണ്. 28 ക്രിസ്മസ്, ഡിസംബർ 25 ക്രിസ്മസ് കഴിഞ്ഞു. എൻ്റെ നാട്ടിൽ 32 ഇടവകൾ ഒന്നിച്ച് സംയുക്ത ക്രിസ്തുമാഘോഷം നടത്തി. മുഖ്യ പ്രഭാഷകൻ കബീർ വാക്കവി, കർദിനാൾമാർ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസ്ത മെത്രാപ്പോലീത്ത ഉദ്ഘാടനം പറഞ്ഞിട്ട് നിങ്ങളുള്ള ഒന്നും കളയണ്ട. മുഖ്യ പ്രഭാഷകൻ ഞാനാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. മറിയമിൻ്റെ ചരിത്രവുമായി ക്രിസ്തീയ സമൂഹം ഉല്ലസിക്കുകയാണ്. ഖുർആനിൽ അള്ളാഹു പേര് വെച്ച് പറഞ്ഞ ഒരു അധ്യായമാണ് സൂറത്ത് മറിയം. ആ മറിയമിൻ്റെ ഉമ്മ ഹന്ന റളിയല്ലാഹു അൻഹ മസ്ജിദുൽ അഖ്സയിലെ ഇമാം ഇമ്രാൻ, ഇവർക്ക് 2 പേർക്കും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. കുറേ നാള് കുട്ടികളില്ലാതെ വന്നപ്പോൾ ഹന്ന റളിയല്ലാഹു അൻഹ, ഹന്ന എന്ന് പറഞ്ഞാൽ മറിയം ബീവിയുടെ ഉമ്മ വലിയ സങ്കടത്തോടെ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഇത് കാലത്ത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളം മക്കളില്ലാതിരുന്നപ്പോ മഹതിയായ ഹന്ന റളിയല്ലാഹു തആല നേർച്ചയിട്ടു, അല്ലാഹുവേ, ഇനി എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് നേർച്ചയാക്കുന്നു. അല്ലാഹ്, ഇവിടെ എന്നെ നോക്ക്. എന്നേക്കാളും ഗ്ലാമറുള്ള മുത്തലിങ്ങളൊക്കെ മുമ്പിൽ കിട. ഇപ്പം എന്നെ നോക്കി. അവരെ പ്രായത്തിൽ എനിക്ക് അതിന് നല്ല ഗ്ലാമർ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. ഞാനിത് പറയുന്നത് ഈ സദസ്സിന് ഏറ്റവും യോജിച്ചുകൊണ്ടാണ്. ഹന്ന ബീവി എന്തു നേർച്ചയിട്ടു? അല്ലാഹുവേ, എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ബൈത്തുൽ മുഖദ്ദസിനും പള്ളിക്ക് കൊടുത്തേക്കാൻ നേർച്ചയിട്ടു. ഉമ്മയുടെയും വാപ്പാടെയും നേർച്ച കബൂലാക്കാനുള്ളതാണ് ഖുർആൻ. ഞാൻ കഴിഞ്ഞ 23 തീയതി മംഗലാപുരത്തൊരു പ്രസംഗത്തിന് പോയി. 11 വയസ്സുള്ള ഹവ്വ സീനത്ത് എന്ന് പറയുന്ന, ഹവ്വ നസീമ എന്ന് പറയുന്ന പെൺകുട്ടി ഹാഫിളത്തായി. എത്ര വയസ്സ്? 11 വയസ്സുള്ള ഹവ്വ നസീമ എന്ന പൊന്നുമോള് ഹാഫിളത്തായി.
ആരാ ഹൗവ നസീമ? മംഗലാപുരത്തെ പെട്ടിക്കച്ചവടക്കാരൻ്റെ മോളല്ല, കർണാടക ഭക്ഷ്യവകുപ്പ് മന്ത്രി UT ഖാദർ സാഹിബിൻ്റെ ഏക മകളാണ്. കർണാടക ഭക്ഷ്യവകുപ്പ് മന്ത്രി UT ഖാദർ സാഹിബിൻ്റെ ഏക മകളാണ്. ഹാഫിളാക്കണ ഇപ്പം മന്ത്രിയും ഭാര്യയും കൂടിയാണ്. ഹാഫിളത്തായ സദസ്സിൽ വെച്ച് ഹാഫിളത്തായപ്പോൾ മോളുടെ കയ്യിൽ ഒരു മോതിരം ഇട്ട് കൊടുത്തു. സനത് കൊടുത്തപ്പോൾ 11ാമത്തെ വയസ്സിൽ ആദ്യമായിട്ടാണ് ആ മോള് ശരീരത്തിൽ സ്വർണ്ണം ഇടുന്നെന്ന് ആദ്യമായിട്ടാണ്. മന്ത്രിയുടെ മോള് 11 വയസ്സായിട്ട് സ്വർണ്ണം ഇട്ടില്ല. ഹാഫിളത്തായപ്പോൾ കിട്ടിയ മോതിരമാണ് കൈവെള്ളലിട്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാക്കവി, വിധാൻസഭയിൽ ഗവർണറുടെ കയ്യിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായപ്പോൾ എനിക്ക് ഇത്ര സന്തോഷം ഉണ്ടായിട്ടില്ല. എൻ്റെ മോള് ഹാഫിളത്തായി. അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ഭാര്യ ലളിതമായ വസ്ത്രം, ഔദ്യോഗിക വസതിയൊക്കെ വിട്ട് മോള് ഹാഫിളത്താവാൻ വേണ്ടി അവള് പഠിക്കുന്ന മദ്രസയുടെ തൊട്ടടുത്ത് വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിച്ചു. എന്നെക്കൊണ്ട് പറ്റുമോ? എന്നെക്കൊണ്ട് പറ്റുമോ? മന്ത്രിയുടെ ഭാര്യ ഏറ്റവും ചെറിയ വസ്ത്രം. ഇതിപ്പോ പെണ്ണിന്, ഇവിടുത്തെ പെണ്ണിനോ കോഴിക്കോടൊക്കെ എന്താ അവസ്ഥ? മൈലാഞ്ചി കല്യാണത്തിനൊരു സാരി, പിറ്റേ ദിവസം ഒരു കാര്യം സാരി, പിന്നെ അടുക്കള കാണാൻ പോകുമ്പോൾ ഒരു സാരി. ഭർത്താവിന് ജോലിയോ മന്ത്രിയല്ല, ഇല്ല കടപ്പുറത്ത് മറ്റേ ഐസ് വിൽക്കണ പരിപാടിയാണ്. പാവപ്പെട്ടവൻ ഐസ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഈ സാരി കണ്ടതുകൊണ്ട് അടുത്ത സാരി കൊടുക്കാൻ പറ്റൂല. മന്ത്രിയുടെ ഭാര്യ താമസിച്ചു ലാളിത്യം. അവരെ വീട്ടിലെ TV ഓഫാക്കി. മോള് ഹാഫിളത്തിന് പഠിക്കുക. മന്ത്രിയുടെ വീട്ടിൽ ന്യൂസ് കാണാൻ പോലും TV ഓണല്ല. അവസാനം അവള് ഹാഫിളത്തായി. ഞാൻ ചോദിച്ചു, UT ഖാദർ സാഹിബിനോട് എങ്ങനെ ഈ ആഗ്രഹം തോന്നിയത്? ഏക മകളെ ഹാഫിളത്താക്കണം. അപ്പടാ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹജ്ജിന് പോയപ്പോൾ ഹജ്ജിൻ്റെ തിരക്കിൽ വെച്ച് മോളെ കാണാതായി. ആ തിരക്കിൽ എന്നെ മോളെ കാണാതായപ്പോൾ ഞാൻ ആ ഹറമിലിരുന്ന് തീരുമാനിച്ചു, അള്ളാഹുവേ, എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടണം, ഞാൻ അവളെ ഹാഫിളത്താക്കിക്കൊള്ളാന്ന് ഞാൻ നേർച്ച കിട്ടും. മോളെ തിരിച്ചു കിട്ടും. ഇതാ ഞാൻ നേർച്ചയുടെ കാര്യം പറഞ്ഞത്. എന്ത് നേർച്ചയിട്ട്? എൻ്റെ മോളെ തിരിച്ചു കിട്ടിയാൽ ഞാൻ അവളെ ഹാഫിളത്താക്കിക്കോളാം. എന്നിട്ട് പിന്നീട് ഹാഫിളത്താക്കാൻ വേണ്ടി സർവ മദ്രസ പണിതിട്ട് അദ്ദേഹം ആ മദ്രസയുടെ ചെലവ് പോലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും വഹിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 12 ഹാഫിളീങ്ങൾക്കാണ് ഇവിടെ വെച്ചിട്ട് അവരുടെ ഉപഹാരം നൽകപ്പെട്ടത്. 12. ഞാൻ അതുകൊണ്ട് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു ചരിത്രം പറഞ്ഞു തരിക. മഹദിയായ ഹന്നാ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസവിച്ചു. നമ്മുടെ ആഗ്രഹം പോലെയാ. ഒരു ഉമ്മയുടെയും മാതാപിതാക്കളുടെയും ആഗ്രഹം ഏതാണോ അതുപോലെയാണ് മക്കൾ വളർന്നു വരിക. അങ്ങനെ ഹന്നാ ബീവി പ്രസവിച്ചതൊരു പെൺകുട്ടിയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലൈസ ദക്കറു കൽ ഉൻസാ. പ്രസവിച്ചപ്പോൾ ഹന്നാ റളിയല്ലാഹു തആല പറഞ്ഞു, പത്രേ അല്ലാഹുവേ, എന്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പ്രസവിച്ചത് ആണല്ലോ, പെണ്ണാണല്ലോ. അല്ലാഹുവേ, ഒരു പെണ്ണിനെ എങ്ങനെയാണ് പള്ളിയുടെ ഖിദ്മത്തിന് കൊടുക്കുക? വലൈസ ദക്കറു കൽ ഉൻസാ. ഒരിക്കലും പെണ്ണ് ആണിനെ പോലെ ആവില്ലല്ലോ. അല്ലാഹ് ഖുർആൻ സന്നിഗ്ധമായി പറഞ്ഞു, പെണ്ണ് ആണിനെ പോലെ ആവില്ല. വലൈസ ദക്കറു കൽ ഉൻസാ. ഒരിക്കലും പെണ്ണ് ആണിനെ പോലെ ആവില്ല. അതുകൊണ്ട് ഇനി ഒരു സമത്വത്തിന് വേണ്ടി വാദിക്കണ്ട. ഇനി ലിംഗസമത്വം എന്നും പറഞ്ഞ് അങ്ങനെ ഒരു സമത്വത്തിന് വാദിക്കണ്ട. വലൈസ ദക്കറു കൽ ഉൻസാ. ഇനി പാർലമെന്റ് സീറ്റ് കിട്ടിയാലും ആ വ്യത്യാസം അങ്ങനെ തന്നെ നിൽക്കും. അതെല്ലാത്തിലും ധൈര്യത്തില് സൗന്ദര്യത്തിൽ. ഏറ്റവും കൂടുതൽ സൗന്ദര്യം ആർക്കാ? ആണിനോ പെണ്ണിനോ? ഏറ്റവും സൗന്ദര്യം ആർക്കാ? ആണിന്. പെണ്ണിന് സൗന്ദര്യം കമ്മലിന്റെ സൗന്ദര്യം, മാലയുടെ സൗന്ദര്യം, സ്വർണ്ണം ഇട്ടാലേ സൗന്ദര്യമുള്ളൂ, പൗഡർ ഇട്ടാലേ കൊള്ളാവൂ, കണ്ണ് എഴുതിയാലേ കൊള്ളാവൂ. ഇതൊന്നും ഇല്ലാതെ പറന്നപടി പോക്കട്ടെ. ഒരു കമ്മലും ഇല്ല, മാലയില്ല, ഒന്നുമില്ല, പൗഡറും ഇട്ടിട്ടില്ല, കണ്ണും എഴുതിയിട്ടില്ല. എന്തിനു കൊള്ളാൻ കാണാൻ? ചുമ്മാ കഴുത്തെ പപ്പില്ലാത്ത കോഴീനെ മാതിരി ഇരിക്കും. പക്ഷെ ആണുങ്ങൾ ഇതൊന്നും വേണ്ട. രാവിലെ എഴുന്നേറ്റ് പൗഡറും ഇല്ല, കണ്ണും എഴുതിയിട്ടില്ല, അങ്ങനെ നെഞ്ചും പിരിച്ചിട്ട് അങ്ങോട്ട് നിന്നാ എന്താ മൊഞ്ച് കാണാൻ. പൂവൻകോഴിക്കാ സൗന്ദര്യം കൂടുതൽ? പെടക്കോഴിക്കാണോ സൗന്ദര്യം കൂടുതൽ? അതോ പൂവൻകോഴിക്കാണോ? പെടക്കോഴിയാ? അതൊരു രോഗമാ. കാണാം പൂവൻകോഴിയുടെ ആ തലയിലെ പൂവും അത് കഴുത്തൊക്കെ പൊക്കി അങ്ങനെ നിൽക്കുന്ന എന്താ ഒരു ശുചായിയത്ത്. പെടക്കോഴി കണ്ടിട്ടില്ല? ഈ പാതി വെടിക്ക് ഓട്ട വീണ അരിച്ചാക്കുമാരി അതിലൂടെ ഇപ്പുറത്തൂടെ ഒക്കെ പോയി ഒരു ഭാഗത്ത് തള്ളി ഒരു ഭാഗത്ത് മോന്തായം കടിച്ച്. ആണിനും പെണ്ണിനും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ആണ് തന്നെ മുമ്പിൽ. ധൈര്യത്തിൻ്റെ കാര്യത്തിലോ
ധൈര്യത്തിൻ്റെ കാര്യത്തിൽ ആണിൻ്റെ ധൈര്യം ഏതായാലും പെണ്ണിനില്ല. ഇനി വളരെ റയറായിട്ടൊക്കെ ഉണ്ടാകണമെങ്കിൽ അന്നാദർക്കൽ മഴുതു. ആണും തമ്മിലൊരു അടി കൂടിയാൽ ഒന്നുകിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആണ് കൈ നിവർത്തിയിട്ട് ഒരെണ്ണം ഒരൊറ്റ അടി അടിക്കും. പെണ്ണും തമ്മിൽ അടി ഉണ്ടായാൽ എന്താ കഥ? ഒരു പെണ്ണും കൂടെ അടി ഉണ്ടായാലും അടിക്കാൻ ഇളങ്ങളെ കൊണ്ട് പറ്റുമോ? ശുജായി പറഞ്ഞ പോലെ പിടിവിട്ട് സിന്നും പരിത്താരോ അത് താലിയും മാലേ മാറുത്താരോ. ഇവളുടെ താലിമാല അവള് പൊട്ടിക്കും, അവളെ താലിമാല ഇവള് പൊട്ടിക്കും. അങ്ങോട്ട് കൊണ്ട് രണ്ട് മാന്തും പിച്ച് അവസാനം ഒരൊറ്റ കടിയും തീർന്നു. അടി കാണണമെങ്കിൽ ആണുങ്ങൾ തമ്മിലുള്ള അടി കാണും. ഒരു താലി വലിച്ചു പൊട്ടിക്കും. താലി പൊട്ടിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ നിയമം ഒരു വല്ലാത്ത നിയമമാണ്. താലി വഴിക്കൂടെ പോകുമ്പോൾ താലി കഴുത്തി കിടക്കണ താലി വലിച്ചു പൊട്ടിക്കുന്നവന് പരമാവധി 3 വർഷം തടവ്. ആ താലി കഴുത്തി കെട്ടണ ഭർത്താവിന് ജീവപര്യന്ത അവളുടെ തടവ്. പറിക്കണവന് 3, പൊട്ടിക്കണവന് 3 വർഷം വരെ ഉള്ളൂ. കെട്ടണവന് ജീവപര്യന്തം ആ തടവാണ്. ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞു, ആണും പെണ്ണും ഒരുപോലെയല്ല, സമയം കളയുന്നില്ല. അവസാനം അല്ലാഹു പറയാ, വല്ലാഹു അഅലമു ബിമാ വളഅത്. ആരെയാണ് പ്രസവിച്ചതെന്ന് അല്ലാഹുവിനറിയാമല്ലോ. അങ്ങനെ പ്രസവിച്ചത് മറിയം ബീവിയാണെങ്കിലും ആ മറിയം ബീവിയെ നേർച്ച പ്രകാരം ബൈത്തുൽ മുഖദ്ദസിന്റെ ഖിദ്മത്തിനു വേണ്ടി മഹദിയായ ഹന്ന റളിയല്ലാഹു തആല സമർപ്പിച്ചുവത്രേ. ബൈത്തുൽ മുഖദ്ദസിന്റെ ഒരു ഭാഗത്തൊരു മിഹ്റാബ് ഉണ്ടാക്കി. ആ മിഹ്റാബിന്റെ പേരാണ് മിഹ്റാബ് മറിയം. ഇന്നും ബൈത്തുൽ മുഖദ്ദസ് സന്ദർശിക്കാൻ പോയാൽ കാണാം, അവിടെ മിഹ്റാബ് മറിയം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ. അള്ളാഹു കാണാൻ തൗഫീക്ക് നൽകട്ടെ. കോഴിക്കോട് കടപ്പുറത്തിന്റെ കാഴ്ച കണ്ടാ പോരാ, പിന്നെ ആ കാഴ്ച നല്ല കാഴ്ചയാണ്, ഖുർആൻ കാണാൻ പറഞ്ഞ കാഴ്ചയാണ്. പക്ഷേ ബൈത്തുൽ മുഖദ്ദസ് ഒക്കെ സന്ദർശിക്കണം. ഇപ്പോഴും കാണാം മിഹ്റാബ് മറിയം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് മറിയം ഇരിക്കുന്നത്. അങ്ങനെ മറിയം ബീവിയുടെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഹന്നയും മരിച്ചു, വാപ്പയും മരിച്ചു, ഉമ്മയും മരിച്ചു. അനാഥയായി മറിയം. ആ മറിയം അനാഥയായപ്പോ നാട്ടിലെ ഇമാമിന്റെ മകളായ മറിയം ബീവിയുടെ മാതാപിതാക്കൾ മരിച്ചപ്പോ വഖഫലഹാ സക്കരിയ, മഹാനായ സക്കരിയ നബി മഹദിയായ മറിയം ബീവിയുടെ കഫീലായി. വഖഫലഹാ, കഫീൽ എന്ന വാക്ക് ഖുർആന്റേതാണ്. എന്റെ കഫീൽ നല്ല കഫീലാന്ന് പറയൂലേ. വഖഫലഹാ സക്കരിയ, സക്കരിയ നബിയെ മറിയം ബീവിയുടെ മാതാവിന്റെ സഹോദരൻ. ഇവിടെ എന്താ പറയാ? മാതാവിന്റെ സഹോദരൻ എന്നാ പറയാ? അമ്മാവൻ, കാർന്നോര്. വഫീ റിവായത്തിൻ ഉഖ്റ കാർന്നോര്. അമ്മാവൻ ഏറ്റെടുത്തു. ഇനി അതിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്ക് വരട്ടെ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ മസ്ജിദുൽ അഖ്സയുടെ വെളിയിലുള്ള ഒരു മിഹ്റാബിൽ ഇരിക്കുകയാണ്. വെളിഭാഗവുമായി ഒരു സംസർഗവും ഇല്ല. പെണ്ണാണ്, കൗമാരക്കാരിയായ പെണ്ണാണ്. മറിയം ബീവി റളിയല്ലാഹു തആല മുറിയിലിരിക്കുമ്പോ രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് മഹാനായ നബിയുല്ലാഹി സക്കരിയ. മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. ആ ഭക്ഷണം കഴിക്കും വെളിഭാഗവുമായി, പുറത്താരുമായി സർവസംസർഗമില്ല. പക്ഷേ മഹാനായ സക്കരിയ നബിയോ കല്യാണം കഴിച്ചിട്ട് സക്കരിയ നബിക്ക് മക്കളുമില്ല. ആ മക്കളില്ലാത്ത ദുഃഖത്തിലാണ് മറിയം ബീവിയുടെ കഫാലത്ത് ഏറ്റെടുക്കുന്നത്. ഞാൻ ഖുർആന്റെ വഴിയിലേക്ക് വരട്ടെ. എല്ലാ ദിവസവും രാപകലുകളിൽ വ്യത്യാസമില്ലാതെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോ ഒരു ദിവസം ഖുർആൻ പറയാ, ഒരു ദിവസം രാവിലെ മഹദിയായ മറിയം എന്ന പെൺകുട്ടിയുടെ മിഹ്റാബിലേക്ക് ഭക്ഷണവുമായി കടന്നു ചെല്ലുമ്പോ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്, മഹാനായ സക്കരിയ നബി ആ മിഹ്റാബിലേക്ക് ഭക്ഷണവുമായി കടന്നു ചെല്ലുമ്പോ വജദ ഇൻദഹാ റിസ്ഖാ, പെണ്ണുങ്ങളെ കൗമാരപ്രായക്കാരിയായ മറിയം ബീവിയുടെ മുമ്പ് ആ സീസണിൽ ലഭ്യമല്ലാത്ത പഴവർഗ്ഗങ്ങൾ ഇരിക്കുകയാ. ആ സീസണിൽ പഴവർഗ്ഗങ്ങൾ ലഭ്യമല്ല. മഹാനായ സക്കരിയ നബി അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവേ, ഞാനല്ലാതെ മറ്റൊരാൾ മറിയമിന്റെ ചാരത്ത് ഭക്ഷണം വെക്കാനില്ല. എന്നെ ഈ ഹിഫ്ദുൽ ഖുർആന്റെ സനദ് കൊടുത്ത ഈ സദസ്സിൽ എന്നെ കേൾക്കാനെത്തിയ ഈ കടപ്പുറത്ത് തടിച്ചുകൂടിയ ജനാവരോട് ഇങ്ങനെയെങ്കിലും ആവാ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം കൊണ്ട് നമുക്ക് എന്ത്
എന്ത് നേടാനാ? മറിയം ബീവിയുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണം കാണുമ്പോ അത്ഭുത സ്തബ്ധനായി മഹാനായ നബിയുല്ലാഹ് സക്കരിയ നബി ചോദിച്ചു, അത്ര മറിയമേ, ഖുർആൻ ആ കഥ വിവരിക്കട്ടെ ഖുർആന്റെ ഭാഷയിൽ. കുല്ലമാ ദഖല അലൈഹാ ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ. ഓ മറിയമേ, എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത് മറിയമേ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് കൗമാരപ്രായക്കാരിയായ പെങ്ങളെ, നിന്നെ പോലെ വികാരമുള്ള വിചാരമുള്ള ജീവിതത്തിന് ആശയും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള മറിയം ബീവി പുഞ്ചിരിയോട് പറഞ്ഞു അത്രേ, ഈ ഭക്ഷണം എവിടെയെന്നറിയോ? കാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെന്റെ അല്ലാഹു എനിക്ക് കൊണ്ടുവന്ന് തന്നതാ, ഇതെന്റെ പടച്ചറപ്പ് എനിക്ക് തന്ന റിസ്ഖാ. ആരാ പറയുന്നത്? കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുന്ന ഒരു പെണ്ണ് വഴി തെറ്റാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയത്ത് മസ്ജിദ് നബവിയുടെ മിഹ്റാബിൽ ഇരുന്നിട്ട് ചരിത്രം തിരുത്തിയിട്ട് മറിയം ബീവി പറയുകയാണ്, സക്കരിയ നബിയെ, ആരോടാ പറയുന്നത്? ഒരു പ്രവാചകനോടാണ് നബിയെ, അല്ലാഹു ഇതെനിക്ക് നേരിട്ട് തന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് അല്ലാഹു ഭക്ഷണം നേരിട്ട് കൊടുക്കുന്നതാ. ഞാൻ ഇവിടെയാണ് ഈ സദസ്സിന് അടിവരയിടുന്നത്. ഒരു കൗമാരപ്രായക്കാരിയായ പെൺകുട്ടിയുടെ നേട്ടം കണ്ടിട്ട് അല്ലാഹു ആകാശത്ത് നിന്ന് സ്വർഗലോകത്തിന്റെ ഭക്ഷണ പദാർത്ഥങ്ങള് ആ പെണ്ണിന് ഭൂമിയിൽ കഴിക്കാൻ കൊടുത്തെന്ന് കേട്ടപ്പോ സ്ഥലകാല ബോധം മറന്ന് സക്കരിയ നബി ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ, നമുക്കറിയാമല്ലോ സക്കരിയ നബിക്ക് ആ സമയത്ത് മക്കളില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പദവി കണ്ടപ്പോ, മറിയമിന്റെ അവസ്ഥ കണ്ടപ്പോ സക്കരിയ നബി ദുആ ചെയ്തു അത്രേ. ഇനി ഖുർആൻ പറയട്ടെ, ഹുനാലിക ദഅ സക്കരിയ റബ്ബാ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ ഇന്നക സമീഉ ദുആ. ഇത് കണ്ട സക്കരിയ നബി പറഞ്ഞു അത്രേ, അല്ലാഹുവേ, 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 റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ. എനിക്കും ഇതേപോലെ തയ്യിബായ എൻ്റെ ആഖിറത്തിൽ എനിക്ക് കൂട്ടിയാവുന്ന കുഞ്ഞിനെ, ഒരു കുഞ്ഞിനെ എനിക്ക് നീ നൽകണയല്ലാ. ഈ വരക്കൽ മക്കാവില് തടിച്ചുകൂടിയ മുഅ്മിനുകളെ, മുഅ്മിനത്തുകളെ, 12 ഹാഫിളീങ്ങളെയും മുൻനിരയിൽ നിൽക്കുന്നുണ്ട്, കറുത്ത കോട്ടിട്ട്. അവരിവിടെ വന്ന് വിനീതന്റെ കയ്യിൽ നിന്ന്, സയ്യിദ് അസ്ലം മഷ്കൂർ തങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ സമ്മാനം വാങ്ങിച്ചിറങ്ങി തിരിക്കുമ്പോ ഇവിടേക്ക് കയറി വന്നതാരാ? ആയിരിക്കുന്നത് നിസ്സാരക്കാരല്ല. നാളെ തന്റെ കുടുംബത്തിലെ തന്നെ സ്നേഹിക്കുന്ന 40 പേരെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ശുപാർശ ചെയ്യാൻ കഴിയുന്ന, തങ്ങൾ നൊന്ത് പ്രസവിച്ച മാതാപിതാക്കൾക്ക് ഹാഫിളീങ്ങളുടെ മാതാവെന്ന മേൽവിലാസത്തില് തലയില് കനകത്തിന്റെ കിരീടം പാരിതോഷികം കൊടുക്കുന്ന ഇവരുടെ മാതാപിതാക്കൾക്ക് ഇവരെ തൊടണമെങ്കിൽ ഇപ്പോൾ ഉതുവെടുക്കണം. കാരണം എന്താ? മഹാന്മാരെ അദബിന്റെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവര് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയവരാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മഹാനായ സക്കരിയ നബി ആഗ്രഹിച്ചതുപോലെ ഇതാണ് കാലം ആഗ്രഹിച്ച മഹാന്മാർ. നീയൊന്ന് മനസ്സിൽ ദുആ ചെയ്തു, അല്ലാഹുവേ, ഇതേപോലെയുള്ള ഹാഫിളീങ്ങളായ മക്കളെങ്കിലും ഞങ്ങൾക്ക് നീ നൽകണയല്ലാ. എന്തിനാ ഖുർആൻ ഈ ചരിത്ര പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത്? ആ സമയത്ത് സക്കരിയ നബി ദുആ ചെയ്തത് എന്തിനാ? ആ സമയത്ത് ദുആ ചെയ്തു, അല്ലാഹുവേ, ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, ഞാൻ പറയുന്ന കഥയല്ല, മിത്തല്ല, ഐതിഹ്യമല്ല, ഇതൊരു വിക്ടർ യുഗോടെ നാടകമല്ല, ഇത് ഷേക്സ്പിയറിന്റെ റൊമാന്റിക് ഭാവനയല്ല. ഖുർആൻ ചില സദസ്സുകളുടെ മാഹാമ്യം പഠിപ്പിക്കാനാ. നിങ്ങളൊന്ന് മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചുകൂടെ? അല്ലാഹുവേ, എന്റെ മക്കളെ നീ ഇങ്ങനെ ആക്കണയല്ലാ. അല്ലാഹുവേ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ. ഇതേപോലെ ഒരു മക്കളെ തരുമോ റബ്ബേ? ഈ സദസ്സിലിരുത്തിയിട്ട് ഞാൻ നിങ്ങളോട് ഒരു മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുകയാ. ഇപ്പൊ ഇവിടെ വെച്ച് നിങ്ങൾ ആഗ്രഹിച്ചോ, ഇപ്പം നിങ്ങൾ ദുആ ചെയ്തോ, വല്ലാഹി നിങ്ങളുടെ ദുആ ഇഖ്ലാസോടെയാണെങ്കിൽ അല്ലാഹു തരിക തന്നെ ചെയ്യും. ചില ദുആ അങ്ങനെയാണ്. ആ ചരിത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കണ്ടപ്പോ കൊതി കൊണ്ട് പറഞ്ഞതാണ് സക്കരിയ നബി, ഉസ്താദേ, ഞാനിപ്പോ അങ്ങനെ ദുആ ചെയ്താ എന്റെ മകനാകുമോ? ആകും പെങ്ങളെ, ആകും പെങ്ങളെ. ഇത് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു
അനുവദിച്ചു തന്നനാണ്. സക്കരിയ നബി ദുആ ചെയ്തു, അല്ലാഹുവേ ഇതുപോലൊരു കുഞ്ഞിനെ നീ എനിക്കും തരുമോ അല്ലാ. സക്കരിയ നബി ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ സക്കരിയ നബിയുടെ വയസ്സ് 120. ഭാര്യ ആശാ ബിന്തു ഫാഖൂദിന്റെ വയസ്സ് 98. എത്ര വയസ്സ്? 120. ഭാര്യ 98. ഇനി കുട്ടികളില്ലെന്നെല്ലാവരും പറഞ്ഞനാണ്. അപ്പോഴൊരു മറുപടി കേൾക്കുന്നു. സക്കരിയ, യാ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജ്അൽ ലഹു സമിയാ. ഇനി സൂറത്തു മറിയമിലേക്ക് വരാം. ഓ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, നിന്റെ ദുആ ഞാൻ സ്വീകരിക്കുകയാണ്. നിനക്കൊരു ഞാൻ കുഞ്ഞിനെ തരികയാണ്. ഞാൻ തരാൻ പോകുന്ന കുഞ്ഞിന് അല്ലാഹ് തന്നെ പേര് വെച്ച് കൊടുത്തു, ഇസ്മുഹു യഹ്യാ. നിനക്ക് പറക്കാൻ പോകുന്ന ആൺകുഞ്ഞിന് നീ യഹ്യാ എന്ന് പേരിട്ട് കൊടുക്കണേ. യഹ്യാ എന്ന പേരിന്റെ പ്രത്യേകത, ലം നജ്അൽ ലഹു മിൻ ഖബിലു സമീയാ, അങ്ങനെ ഒരു പേരിന്നേവരാരും വെച്ചിട്ടില്ല സക്കരിയ. ഓ, നിങ്ങൾ ചോദിക്കും വാക്കവി ഇപ്പ ആമീൻ പറഞ്ഞ ഇപ്പ പറയണം, ഇപ്പ പറയണം. ദുആ അങ്ങനെയാണ്, ചില സമയമുണ്ട്, എപ്പോഴും കിട്ടൂല. ഇപ്പോ 120 വയസ്സുണ്ട്, ഭാര്യക്ക് 98. അല്ലാഹുവേ കണ്ടപ്പോ ഹാഫിളുകളെ കാണുമ്പോൾ ദുആ ചെയ്യണം. ഞാൻ ഈ പറയണം മുഴുവൻ ഖുർആനാണ്, ഇതിനപ്പുറത്തേക്ക് ഓർമ്മയില്ല. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഈ പറഞ്ഞതിൽ സംശയമില്ല. അപ്പോൾ ഒരു ദുആ. ഇനി നിങ്ങൾ ദുആ കഴിയാതെ പോവരുത്. പോയാൽ നിങ്ങൾ മണ്ടന്മാരാ. ഖുർആൻ അള്ളാഹു പറഞ്ഞ, സക്കരിയ നിനക്ക് ഒരു അശരീരി കേട്ടു, സക്കരിയ നിനക്ക് കുഞ്ഞിനെ തരാൻ പോകാൻ. പേര് ഞാൻ ഇപ്പൊ തന്നെ വെച്ചേക്കാം. ഉണ്ടാവാൻ പോണ ആൺകുട്ടിയാണ്, പേര് യഹിയ. പറക്കണതിന് മുമ്പേ സക്കരിയ നബി ഇവിടെ ഇരിക്കണുള്ളൂ, ഭാര്യ വീട്ടിൽ കിടക്കണുള്ളൂ. അതിനിപ്പുറം പണ്ട് ഉണ്ടാവാൻ പോണ ആൺകുട്ടിയാണ്, പേര് യഹിയ. സക്കരിയ നബി പേടിച്ചു, പടച്ചോനെ ചുമ്മാ ആശിപ്പിക്കരുത്. ഞാൻ ആ മറിയമിനെ കണ്ടപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ, ഇപ്പൊ ഈ കുട്ടികൾ സനത് മേടിക്കണ കണ്ടപ്പോൾ ഒരു ആഗ്രഹത്തിൽ ഞാൻ പറഞ്ഞാണ്, അല്ലാഹുവേ. അപ്പൊ സക്കരിയ നബി ചോദിച്ചു, ഖുർആൻ സൂറത്തു മറിയം എന്തിനാണ് കഥ പറയുന്നത്? ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ഖുർആന്റെ കഥകളിൽ ദിട്ടാന്തമുണ്ട്. അല്ലാഹുവേ, ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ അത് ബലഗനിയൽ കിബറു വംറതി ആഖിറു. അല്ലാഹുവേ, അന്നാ യകൂനു ലി ഗുലാം, എങ്ങനെയാണ് എനിക്കിനി ഒരു കുഞ്ഞുണ്ടാവുക? വഖദ് ബലഗനിയൽ കിബറു, ഞാൻ പടുകടവനായി. വകാനത് ഇംറഅതി ആഖിറാ, എൻ്റെ ഭാര്യ പ്രജനനശേഷി നഷ്ടപ്പെട്ട വന്ധ്യയാണ് തമ്പുരാനെ. ഇനി എനിക്കൊരു മക്കളുണ്ടാവാനോ? ഖുർആൻ സൂറത്തു മറിയം, ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ഒരു ഖത്ത ഓതിയിട്ട് നമ്മൾ ഈ കഥ പഠിച്ചിട്ടില്ല. കാരണം നമ്മൾ ഖുർആൻ ഓതിയത് അങ്ങനെയാണ്. നമ്മളങ്ങനെ ഒരു അങ്ങനെയല്ല. ഖുർആൻ വരികൾക്കിടയിലൂടെ ഓതണം. ഇവിടെ ഖിറാഅത്ത് ഓതിയല്ലോ, മാഷാ അല്ലാഹ് യദഖുല്ലാഹു ബിറൂഹിൽ ഖുദ്സ്. അല്ലാഹു ശബ്ദത്തെ നിലത്ത് കൊടുക്കട്ടെ. നല്ല ഖിറാഅത്ത്, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. 11 വയസ്സുള്ള UT ഖാദർ എന്ന മന്ത്രിയുടെ മോള് എന്നെ കേൾപ്പിക്കാൻ വേണ്ടി ഒന്ന് ഓതി. എന്താ ഖിറാഅത്ത്! 11 വയസ്സേ ഉള്ളൂ. നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളിപ്പോഴും ഈ ദുനിയാവിൽ ഇങ്ങനെ നിൽക്കാൻ എന്താ ഖിറാഅത്ത്! അല്ലാഹു ആ സ്വരത്തെ അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. ശബ്ദം ഒരു നല്ല അനുഗ്രഹമാണ്. അല്ലാഹു നല്ല ശബ്ദം കൊടുക്കൽ വലിയൊരു അനുഗ്രഹമാണ്. ഏറ്റവും നല്ല ശബ്ദം കൊടുത്ത പ്രവാചകനാണ് നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. നല്ല ദാവൂദ് നബിയുടെ പാട്ട് വലിയ പാട്ടാണെന്നാണ്. ശബ്ദം നല്ല അനുഗ്രഹമാണ്. അല്ലാഹുവിനെ നിലനിർത്തി കൊടുക്കട്ടെ. നമുക്കൊക്കെ ഈ ശബ്ദമുള്ളൂ, നമുക്കൊക്കെ ഈ പറ ശബ്ദമുള്ളൂ. എൻ്റെ ശബ്ദം കേട്ടിട്ട് ഉറങ്ങണവർ വലിയ കറാമത്തുള്ളവരാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സക്കരിയ നബി ഇത് ഖുർആന്റേതാണ്. ഖുർആൻ പഠിക്കണം, ഖുർആന്റെ വിപ്ലവം പഠിക്കണം. ഇൻഷാ അല്ലാഹ് ജനുവരി 24 നമുക്ക് നന്ദിയിൽ ഞാൻ ഖുർആന്റെ മാത്രം ഒരു വിഷയം പറയുന്നത്, വെറും ഖുർആൻ മാത്രം. ഇൻഷാ അല്ലാഹ് അവിടെ വരെ അപ്പോൾ നമുക്ക് സംസാരിക്കാം. അല്ല 24 അല്ലേ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു, അല്ലാഹുവേ ഞാനാണെങ്കിലോ പടുകിളവനാണ്. വകാനത് ഇംറഅതി ആഖിറാ, എൻ്റെ ഭാര്യ പ്രസവിക്കാത്ത മലടിയാണെന്ന് സർവ്വ ഡോക്ടർമാരും പറഞ്ഞതാണ്. അല്ലാഹുവേ സർവ്വ ഡോക്ടർമാരും പറഞ്ഞു എൻ്റെ ആശ പ്രസവിക്കില്ല.
എന്ന് ഏതൊക്കെ ഹോസ്പിറ്റലിൽ കാണിച്ചോ? ബേബിയിലും പറഞ്ഞു, മിംസിലും പറഞ്ഞു. പിന്നെ ഏതാ ഇവിടെ ഉള്ളത്? ബേബിയിലും പറഞ്ഞു ഡോക്ടർ പ്രസവിക്കില്ല. മിംസി കൊണ്ടുപോയപ്പോ ആസാദ് മൂപ്പന്റെ മിംസ് അല്ലേ? അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാർ. അങ്ങനെ എനിക്കൊന്നും തന്നിട്ടല്ല. എനിക്കൊരു കാര്യത്തിൽ അദ്ദേഹത്തോട് ഇഷ്ടമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം ഞാൻ വായിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ നന്മ മാത്രം കാണുന്ന ആളാണ്, തിന്മ നോക്കൂല. ഉണ്ടെങ്കിൽ പുറത്തു കൊടുക്കട്ടെ, നന്മകൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. അദ്ദേഹം എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ മസിൽ വരാൻ വേണ്ടി 100 കിലോയോ 50 കിലോ ഒന്നും ഇങ്ങനെ രാവിലെ പോയി പൊക്കണ്ട. രാവിലെ തൊട്ടടുത്ത വീട്ടിലൊരു പാവപ്പെട്ട രോഗി എഴുന്നേക്കാൻ വയ്യാതെ കിടപ്പുണ്ടെങ്കിൽ അയാളെ പോയി പൊക്കി എഴുന്നേപ്പിച്ചിരുത്തി കുളിപ്പിച്ച് കിടത്തിക്കൊട്ടാൽ അപ്പോൾ ഒരു 50 കിലോ 60 കിലോ ഒക്കെ പൊക്കാൻ പറ്റും. എന്ത് വലിയ ഉപദേശം അത്! നമ്മളൊക്കെ ഈ 6 പാക്ക് 8 പാക്കൊക്കെ ആകാൻ വേണ്ടി 80ഉം 90ഉം ഒക്കെ പൊക്കണുണ്ടല്ലോ. ആ സമയത്ത് നാട്ടിൽ പോയിട്ട് ആ മഹലിൽ എഴുന്നേക്കാൻ പറ്റാത്ത കുറേ രോഗികളുണ്ടാവും. അവരെ ഒന്ന് താങ്ങി എഴുന്നേപ്പിച്ച് ഇരുത്തി ഒന്ന് കുളിപ്പിച്ച് കിടക്കുമ്പോൾ നമുക്കൊരു ചുരുങ്ങിയതൊരു 60-50 ഒക്കെ പൊക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മക്കളെ അള്ളാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവിടെ ചെന്നപ്പെടും. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നതാണ്, ബാക്കവിക്ക് എന്തോ കിട്ടിയിട്ടുണ്ടേ, നന്നായിട്ട് ആയിക്കോട്ടെ, പറയുന്ന ആളുകളൊക്കെ പറഞ്ഞോട്ടെ. ചില സമയത്ത് നമ്മൾ പൊട്ടന്മാരായാലേ നമുക്ക് ജയിക്കാൻ പറ്റും. ഞാൻ എ വി ഉസ്താദിനോടൊക്കെ പറയാം, ചില സമയത്ത് നമ്മൾ പച്ച പൊട്ടനാവും. ഈ പറഞ്ഞൊന്നും തന്നെയല്ല, ഞാൻ കേട്ടിട്ടുമില്ല. അതാ ഈ ഫേസ്ബുക്കിലൊക്കെ ട്രോൾ വരുമ്പോൾ ഞാൻ മറുപടി പറയില്ല, കാരണം ഞാനപ്പോൾ പൊട്ടനാ. എന്നാൽ നമുക്ക് മേപ്പോട്ട് കയറാൻ പറ്റും. വലക്കത് അമുറു അലല്ല ഈ മീ സുബുനി ഫമലൈതു തമ്മത്ത കുൽത്തുല യനീനി. അതെന്നെയല്ല പറഞ്ഞത്, പൊട്ടനാവണം. കൊമ്പില്ലാത്ത മരത്തിൻ്റെ മുകളിൽ ഈ കിരീടം വെച്ചിട്ട് രാജാവ് പറഞ്ഞു, കാട്ടിൽ വെച്ച് ഇതിൻ്റെ മുകളിൽ കയറുന്നവർക്ക് ഈ കിരീടം തന്നേക്കാം. കൊമ്പില്ലാത്ത മരത്തിൽ കയറാൻ പുള്ളിപ്പുലി അണ്ണാനും ഉടുമ്പും ഒക്കെ നോക്കി പറ്റിയില്ല, താഴെ വീണു. അവസാനം ഒരു കൊച്ചു തവള കയറാൻ ശ്രമിച്ചു. അപ്പോൾ ചുറ്റുഭാഗത്തുള്ള മൃഗങ്ങൾ മുഴുവനും കൂക്കി വിളിച്ച് പരിഹസിച്ചു. എടാ, പുള്ളിപ്പുലിക്ക് ഉടുമ്പിനും പറ്റാത്ത ഈ കൊച്ചു തവള എങ്ങനെ കയറും? കയറാൻ പോയപ്പോഴേ ചുറ്റുഭാഗത്തുനിന്ന് കൂക്കി വിളിയും പരിഹാസവുമായി. തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല, മേലെ കയറി കിരീടം എടുത്തു. സമ്മാനം കൊടുക്കാൻ നേരത്ത്, ഫോർ എക്സാമ്പിൾ, ഇതിനിപ്പോൾ തിരുമതിയിലും ബുഖാരിയിലും ഉണ്ടോ എന്ന് ചോദിക്കരുത്. സമ്മാനം കൊടുക്കാൻ നേരത്ത് രാജാവായ സിംഹൻ തവളയോട് ചോദിച്ചു, തവളെ, ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഇത്രയും കൂകി വിളിച്ച് പരിഹസിച്ചിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെ ഈ മരത്തിൻ്റെ മുകളിൽ കയറി കിരീടം എടുത്തു? ഇത് കേട്ടപ്പോഴും നമ്മുടെ കൊച്ചു തവള ഒന്നും മിണ്ടിയില്ല. രാജാവിൻ്റെ മുഖത്തോട്ട് നോക്കി. ഒന്നും മിണ്ടാതിരുന്നപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞു, രാജാവേ, അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാ. അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാൻ. തവള പൊട്ടനായതുകൊണ്ടാണ് ചുറ്റുഭാഗത്തുനിന്ന് കൂകുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ ശബ്ദം തവളയുടെ ചെവിയിൽ കേൾക്കാത്തത്. അത് കേൾക്കാത്തതുകൊണ്ടാണ് മേപ്പെട്ട് കയറിയത്. കേട്ടിരുന്നെങ്കിൽ തളർന്ന് താഴോട്ട് വീണേനെ. അപ്പോൾ ചില സമയത്ത് നമ്മൾ പൊട്ടനായാലേ നമുക്ക് മേപ്പോട്ട് കയറാൻ പറ്റൂ, ഇല്ല നമ്മൾ ചോട്ടിൽ തന്നെ കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ ഒരു ശൈലി പൊട്ടനാവലാണ്. അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ ബോധം തരട്ടെ. ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പം മാത്രം പോരെ. അല്ലാഖില തക്ഫീഹി അൽ-ഇഷാറ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന് വലിയ ഗുണപാഠമുണ്ട്. ഇപ്പൊ ബേബി എന്നും പറഞ്ഞു, മിംസി എന്നും പറഞ്ഞു, ഇവള് പ്രസവിക്കൂല. ആ സമയത്ത് അല്ലാഹു ചോദിച്ചു, സക്കരിയാ നബി പറയാ, അല്ലാഹുവേ അന്നാ യകൂനനി ഗുലാ, അല്ലാഹുവേ ഓ വസ്തഗല റഅസു ശൈബാ, എൻ്റെ തല നരയാൽ പ്രകാശിക്കാൻ തുടങ്ങി റബ്ബേ. അല്ലാഹുവേ, എൻ്റെ തല നരക്കാൻ തുടങ്ങി, ഇനിയാണോ എനിക്ക് യഹിയ എന്ന മകൻ ഉണ്ടാവാൻ പോവുക? വസ്തഗല റഅസു ശൈബാ, എൻ്റെ തല നരച്ചു. അല്ലാഹുവേ, പടച്ചവനെ, വഖദ് ബലഗനിയൽ കിബറു, അല്ലാഹുവേ റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഗല റഅസു ശൈബാ. പടച്ചവനെ, നടുനിവരാതെ വടികുത്തിയാണ് ഞാൻ നടക്കുന്നത്. സക്കരിയാനി പറഞ്ഞു, പടച്ചോനെ, കുട്ടി ഉണ്ടാവാനോ എനിക്ക് നേരെ നിവർന്ന് നിൽക്കാൻ പറ്റൂല, ഞാൻ വടികുത്തിയാണ് നടക്കണം. എന്നല്ല എൻ്റെ മാന. വഹനൽ അദ്മു മിന്നി, എൻ്റെ എല്ല് ബലഹീനമായി എന്ന് പറഞ്ഞാൽ എല്ല് ബലഹീനമാകുമ്പോഴാണ് പിന്നെ വടി വേണ്ടി വരുന്നത്. ഇതൊന്നും ഞാൻ വെറുതെ അതിശയോക്തി പറയണല്ല. എൻ്റെ ഭാര്യ പ്രസവിക്കില്ല. അല്ലാഹു ചോദിച്ചു, സക്കരിയാ, ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ.
സക്കരിയ, നീ പങ്കുവച്ച ആശങ്കകൾ ശരിയാണ്. ഒന്നുമല്ലാത്ത ശൂന്യതയിൽ നിന്ന് നിന്നെ സൃഷ്ടിക്കാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ വാർദ്ധക്യം ബാധിച്ച നിനക്ക് ഒരു മകനെ തരാൻ എനിക്ക് കഴിയുമല്ലോ സക്കരിയ. നിന്നെ ഒന്നുമല്ലാത്ത ശൂന്യതയിൽ നിന്ന് പടച്ചത് ഞാനല്ലേ. എന്നാൽ സക്കരിയ നബിയുടെ ശാരീരികാവസ്ഥ സക്കരിയ നബിക്കല്ലേ അറിയാവൂ. സക്കരിയ നബി പറഞ്ഞു, അല്ലാഹുവേ നീ അങ്ങനെയൊക്കെ എന്നെ ആശ്വസിപ്പിച്ചാലും 120 വയസ്സിലൊരു കുഞ്ഞിനെ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനെനിക്ക് വിശ്വസിക്കാനൊരു തെളിവ് തരണേ അല്ലാ. സക്കരിയ നബി വീണ്ടും പറഞ്ഞു, പടച്ചോനെ ഇനി 9 മാസം കഴിയണം ഇത് വെളി വരണമെങ്കിൽ. നീ ഇങ്ങനെയൊക്കെ എന്നെ ആശ്വസിച്ചാലും വയസ്സ് 120 എൻ്റെ ഭാര്യ വന്ധ്യയാണ്. നീ എനിക്കതൊന്ന് വിശ്വസിക്കാൻ ഒരു തെളിവ് തരണം. ഖുർആൻ ഏതായത് അത് കഴിഞ്ഞുള്ള ആയത്തന്നെ ആഫ്ലിങ്ങളെ قال رب اجعل لي آية قال رب اجعل لي آية. ഓ അല്ലാഹുവേ, ഇത് വിശ്വസിക്കാൻ എനിക്കൊരു ദൃഷ്ടാന്തം തരണേ അല്ലാ. അല്ലാഹു പറഞ്ഞു, സക്കരിയ ഖാല ആയതുക അല്ലാ തുകല്ലിമ الناس 3 ലയാലിൻ സവിയാ. ഓ സക്കരിയ, ഇന്നു മുതൽ 3 ദിവസത്തേക്ക് നിനക്ക് സംസാരിക്കാൻ കഴിയില്ല. അത്ഭുതമെന്ന് പറയട്ടെ, ഈ സദസ്സിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. സക്കരിയ നബി പിന്നെ സംസാരിക്കാൻ നാവ് പൊന്തിച്ചിട്ട് വെളിയിലേക്ക് ശബ്ദം വരുന്നില്ല. അതേവരെ അള്ളാഹുവിനോട് ആശങ്ക പറഞ്ഞ് സംസാരിച്ച സക്കരിയ നബി അന്ന് മുതൽ 3 ദിവസത്തേക്ക് പിന്നീട് സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു വലിയ കഴിവുള്ളവനാണ്. ഏത് സമയത്തും മനമുരുകിയിട്ട് ഒരാൾ ദുആ ചെയ്യുന്നുവോ ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹുവിന് ആഗ്രഹ സബലീകരണം കൊടുത്തു. അങ്ങനെ സക്കരിയ നബി തിരിച്ചുപോയി. എന്നിട്ട് സക്കരിയ നബി വെറുതെ ഇരിക്കുകയല്ല. വെറുതെ ദുആ ചെയ്തിട്ട് വെറുതെ ഇരുന്നാലും കിട്ടൂല, ഒരു പണിയും കൂടെ ചെയ്യണം. ഖുർആൻ ദുആ ചെയ്തു, അൽഹംദുലില്ലാ, പോരാ, പിന്നെന്ത് ചെയ്യണം? ഒരു പണിയും കൂടെ ചെയ്യണം. പണി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു പറഞ്ഞു, സക്കരിയ നിനക്ക് ഞാൻ കുഞ്ഞിനെ തരാം. فأوحى إليه أن سبحه بكرة وعشيا. ഓ സക്കരിയ, രാവിലെയും വൈകുന്നേരവും നീ തസ്ബീഹ് ചൊല്ലി ദിക്ർ ചൊല്ലി എന്നോട് ദുആ ചെയ്യണേ സക്കരിയ. ഇനി ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഈ ചരിത്രത്തിന്റെ അവസാന ഭാഗം പറയട്ടെ. മഹദിയായ ആശാ ബിന്ത് ഫാഖൂദ് 98 വയസ്സിൽ ഗർഭിണിയായി മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിച്ചു. അവസാനം സക്കരിയ നബിക്ക് വലിയ സന്തോഷമായി. ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ അല്ലാഹു ദുആ ചെയ്തപ്പോ ഒരു പൊന്നുമോനെ തരികയാ. അവസാനം തനിക്ക് കിട്ടിയ പൊന്നുമോനെ ലാളിക്കണമെന്നും സന്തോഷിപ്പിക്കണമെന്നും സക്കരിയ നബിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ യഹ്യായെ കിട്ടുന്നില്ല. കാരണം എന്താ? യഹ്യാ എന്ന പൊന്നുമോൻ വളർന്നു വന്നപ്പോ യഹ്യാ നബി എപ്പോഴും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലാണ്. ആ സുജൂദിൽ കിടന്നിട്ട് നരകത്തെ ഓത്തിട്ട് പൊട്ടിക്കരയുന്ന പൊന്നുമോൻ യഹ്യാ നബി കരഞ്ഞ് 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 കണ്ണിൽ നിന്ന് കണ്ണുനീര് ഭൂമിയിലേക്ക് വീണിട്ട് ആ കണ്ണുനീര് വരുന്ന ഭാഗത്ത് നിന്ന് പുല്ലുകൾ മുളച്ചു വരാൻ തുടങ്ങിയിട്ട് പോലും യഹ്യാ സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. മക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെങ്ങന്മാരോട്, നമ്മുടെ മക്കൾ അങ്ങനെ ആവണ്ടേ. ഏത് സമയത്തും യഹ്യാ എന്ന പൊന്നുമോ സുജൂദിൽ കിടന്ന് കരയാ. അല്ലാഹുവേ, നിന്റെ നരകം എനിക്ക് പേടിയാ, നിന്റെ ഹിസാബ് എനിക്ക് പേടിയാ, നിന്റെ മീസാൻ എനിക്ക് പേടിയാ, എന്നെ കാക്കണേ അല്ലാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നബിയായ സക്കരിയ നബി പൊന്നുമോനെ ലാളിക്കാനും അവന്റെ കൂടെ നടക്കാനും ആഗ്രഹിച്ചിട്ട് എപ്പോഴും മോൻ കരച്ചിലും സുജൂദിലും ദുആയിലുമാ. അവസാനം അല്ലാഹുവിനോട് സക്കരിയ നബി വീണ്ടും ആവലാതി പറഞ്ഞു, അല്ലാഹുവേ, ആറ്റുനൂറ്റിരുന്നിട്ട് ഞാൻ ദുആ ചെയ്തപ്പോൾ നീ എനിക്കൊരു മോനെ തന്നു. പക്ഷെ അവനെപ്പോഴും സുജൂദിൽ കിടന്ന് കരച്ചിലാണ്. അവനെ ഒന്ന് ലാളിക്കാനും കൊഞ്ചിക്കാനും എനിക്ക് കിട്ടുന്നില്ലല്ലോ റബ്ബേ എന്ന് സക്കരിയ നബി പരാതി പറഞ്ഞപ്പോ ഇനി ദുആയുടെ പ്രത്യേകത പറഞ്ഞു തരട്ടെ. അല്ലാഹു ചോദിച്ചു, സക്കരിയ നീ എന്നോട് ദുആ ചെയ്തതെന്താ? ചോദിച്ചു, ഹബിലി മിൻ ലദുൻക വലിയാ,
ഒരു വലിയനെ പോലെ തയ്യിബായൊരു മകനെ തരണമല്ലേ നീ ചോദിച്ചത്? ആ ചോദിച്ചതും അതേപോലെ നിനക്ക് വിലായത്തിന്റെ നുബുവത്തിന്റെ പദവിയുള്ള മകനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഇവിടെ വെച്ച് കാലം കൊതിച്ച മഹാന്മാരുടെ ചാരത്ത് നിൽക്കുമ്പോ, മഹാനായ ശംസുൽ ഉലമയുടെ ചാരത്ത് നിൽക്കുമ്പോ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ സ്മരിക്കുമ്പോ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ പകർന്നു തന്ന പതാകയുടെ പടലിൽ നിൽക്കുമ്പോ ഞാനെന്ന് ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് മുന്ന് കൊതിക്കണ്ടേ? ഇതുപോലെ 12 മക്കൾ എൻ്റെ മോൻ എന്നാണ് ഒരു ഹാഫിളായി സനത് വാങ്ങിക്കുക, എന്നാണ് അവൻ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കുക. നാളെ ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോയിട്ട് 3 വെള്ളത്തുണിയിൽ പുതഞ്ഞിട്ട് പതിയങ്ങാടി പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി 100 കണക്കിന് ആളുകൾ ഉണ്ടാവട്ടെ. പള്ളിയിലെ ഇമാമ് വിളിച്ചു ചോദിക്കുകയാണ്, ബാക്കവി പള്ളിയുടെ മുമ്പിൽ മലന്ന് കിടക്കുകയാ. അവന്റെ ശരീരത്തിലെന്ന് വാഗ്വിലാസമില്ല, അവന്റെ നാവിലെന്ന് വാക്കുവൈഭവമില്ല. അള്ളാഹു കൊടുത്തതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് പള്ളിയുടെ മുമ്പിൽ ഏകാന്തതയിലും മയ്യത്ത് തുണിയിൽ പൊതിഞ്ഞു കിടക്കുമ്പോ മയ്യത്ത് നിസ്കാരത്തിന് എത്ര പേരുണ്ടാകും അറിയില്ല. അള്ളാഹുവേ, അള്ളാഹുവേ, നിന്നോട് കരളുരുകി ദുആ ചെയ്യുകയാ. ഈ വിനീതന്റെ വഴുത് കേൾക്കാൻ ആയിരങ്ങളെ നീ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ബാക്കി വഴുത് പറയുന്നു എന്ന് കേട്ടപ്പം നേരത്തെ വന്നവരുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സംസം ഹോട്ടലിൽ കയറി, അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇവിടെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ 7 മണിക്ക് പുതിയങ്ങാടിയിൽ പോയിട്ടുണ്ട് വഴുത് കേൾക്കാൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടി ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ചെറുപ്പക്കാർ അവരാണെന്നും എൻ്റെ ശക്തി, അവരുടെ ദുആയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. അവർ പോലും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അള്ളാഹുവേ, പക്ഷേ അതൊക്കെ ഈ വിനീതന്റെ നാവിലെ ശബ്ദമുള്ളത് കൊണ്ടാ, ഇവന്റെ പ്രസംഗമിട്ടുമുള്ളത് കൊണ്ടാ. പടച്ചവനെ, പ്രസംഗത്തിന് വാതുറന്നാൽ ശബ്ദം വരാതെ വീടിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ, പള്ളിയുടെ മുമ്പിൽ എന്നെ മടത്തി കിടത്തുമ്പോ, എൻ്റെ പുറകിലും മയ്യത്ത് നിസ്കരിക്കാൻ ഇതുപോലൊരു ജനക്കൂട്ടത്തെ തരണേ അല്ലാ. അല്ലാഹുവേ, അന്നാണ് ഏറ്റവും നല്ലവനാരെന്ന് തിരിച്ചറിയുന്നത്. പടച്ചവനെ, അല്ലാഹുവേ, ആയിരക്കണക്കിന് ഹാഫിളീങ്ങള്, പടച്ചവനെ, ഈ വിനീതം പകല് പറഞ്ഞിട്ട് എത്രയെത്ര ഹാഫിളീങ്ങൾ ഉണ്ടായി. മയ്യത്തിന്റെ പിറകിൽ നിസ്കരിക്കാൻ ജനക്കൂട്ടത്തെ തരണേ അല്ലാ. അങ്ങനെ കിടക്കുമ്പോ പള്ളിയിലെ ഇമാമ് വിളിച്ചു ചോദിക്കും, ആരാ മയ്യത്ത് നിസ്കരിക്കാറുള്ളത്? ഞാനൊന്ന് ചോദിക്കട്ടെ ഉമ്മ, ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് ഇതെന്നെ ഹാഫിളാക്കിയ ഉമ്മയാണ്, ഇതെന്നെ ഹാഫിളത്തായ ഉപ്പയാന്ന് പറഞ്ഞ് നമ്മുടെ മയ്യത്തിന്റെ പുറകിൽ വന്ന് നിന്നിട്ട് കൽബ് തുറന്നിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, ഇതെന്നെ കട്ടപ്പെട്ട ജീവിതത്തിലും എന്നെ ഹാഫിളാക്കിയ ഉപ്പ, ഹാഫിളാക്കിയ ഉമ്മ എന്ന് പറഞ്ഞ അല്ലാഹുവേ, എൻ്റെ ഉമ്മയുടെ മേലെ കടമയുള്ള എൻ്റെ നിസ്കാരം ഞാൻ നിർവഹിക്കുകയാ എന്ന് പറഞ്ഞ് മയ്യത്തിന്റെ പിറകിൽ മയ്യത്ത് നിസ്കാരം നിർവഹിച്ച് അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു എന്ന് നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു പൊന്നോമനെ നമ്മൾ ബാക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ദുനിയാവിൽ എന്തൊക്കെ സമ്പാദിച്ചിട്ടെന്താ? റൂഹ് വിട പറഞ്ഞിട്ട് പള്ളിയുടെ മുമ്പിൽ കിടക്കുമ്പോ അല്ലാഹുവേ, 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 ഇതെന്നെ മക്കളെ ഹാഫിളാക്കാൻ പറ്റിയില്ല. എൻ്റെ ഒരു പ്രിയപ്പെട്ട കുടുംബ സുഹൃത്തുണ്ട്, എൻ്റെ കുടുംബം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ, ആ ഇഷ്ടപ്പെടുന്ന ഖത്തറിലൊരു ഇബ്രാഹിം ഹാജി, അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, മോനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറയും, അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ, എപ്പോഴും ഞങ്ങൾ മരിച്ചെന്ന് കേട്ടാലും മയ്യത്ത് നിസ്കരിക്കാൻ മുമ്പിൽ വരണേ, അങ്ങനെയെങ്കിലും നമുക്കൊരു ബന്ധം വേണ്ടേ? അതുകൊണ്ട് സഹോദരാ, സഹോദരി, 20,000 കോടി രൂപ ബാക്കി വെച്ചിട്ട് പോയ പെണ്ണാണ് പുരക്ഷി തലൈവി ജലലളിത. ചെന്നൈയിലേതോ 6 അടി മണ്ണിനുള്ളിൽ കിടക്കുന്നത്. 200 ജോഡി 4000 ജോഡി സാരിയും 200 ജോഡി ചെരുപ്പും 2000-ഓളം വരുന്ന പവനോളം വരുന്ന ആഭരണമുള്ള പെണ്ണവിടെ? അവൾക്ക് 6 അടിയാണ് വിധിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ സദസ്സിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർക്കദാ, മഹാനവകളുടെ ഖബറിന്റെ ചാരത്ത് നിന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇവിടെ മനസ്സിരുത്തിയിട്ടൊന്ന് ദുആ ചെയ്യല്ലാഹുവേ, റബ്ബി ഹബിലി മിൻ ലദുനക ദരിയതൻ തയ്യിബാ,
ഈ ഹാഫിളീങ്ങളെ പോലെ മറിയം ബീവിയെ കണ്ടപ്പോൾ സക്കരിയ നബി ആഗ്രഹിച്ചതുപോലെ ഇതുപോലൊരു ഹാഫിളീങ്ങളെ ഞങ്ങൾക്കും തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ അങ്ങനെ ആക്കണേ തമ്പുരാനെ എന്ന് മനസ്സറിഞ്ഞ് മനസ്സ് തുറന്നു ദുആ ചെയ്യ്. അല്ലാഹു നമ്മളെ ആക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കള് നമുക്ക് ഹാഫിളാക്കാൻ പറ്റിയില്ല. അള്ളാഹു നൽകിയ സമ്പത്ത് കൊണ്ട് ഒരു ഹാഫിളിനെ എൻ്റെ സമ്പത്ത് കൊണ്ട് ഞാൻ ഏറ്റെടുക്കുകയാ. മഹാനായ ശംസുൽ ഉലമയുടെ ചാരത്തിരുന്ന് ഖുർആൻ ഓതുന്ന 70ഓളം ഹാഫിളീങ്ങൾ ഇവിടെയുണ്ട്. ഒരു ഹാഫിള് പൂർത്തിയാകണമെങ്കിൽ 3 വർഷം വേണം. ഒരു വർഷം 20,000 രൂപ വെച്ച് 3 വർഷത്തേക്ക് 60,000 രൂപയാണ് ഒരു ഹാഫിളിനെ ഏറ്റെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ പല തവണയായിട്ടോ ഓരോ വർഷമായിട്ടോ കൊടുത്താൽ മതി. ഒരു വർഷത്തിന് 20,000 രൂപ, 12 മാസത്തിൽ 1,800 റുപ്യ വെച്ചൊരു മാസം മാറ്റി വെച്ചാൽ എൻ്റെ മക്കളെ എനിക്ക് ആക്കാൻ പറ്റിയില്ല. ഒരു ഹാഫിളിനെ എൻ്റെ സമ്പാദ്യം കൊണ്ട് എനിക്ക് ആക്കാൻ പറ്റിയല്ലോ. 40 പേരെ അവൻ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യുമ്പോ ഒരാളായിട്ട് എൻ്റെ കൈ പിടിക്കാൻ അൽഹംദുലില്ലാഹ് ഈ ദാറുസ്സലാമിൽ മഹാനായ ശംസുൽ ഉലമയുടെ ചാരത്തിരുന്ന് ഖുർആൻ പഠിക്കുന്ന 70 ഹാഫിളീങ്ങളുണ്ട്. ഒരു ഹാഫിളിനെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ എനിക്ക് 4 മക്കളാ. അതിൻ്റെ കൂടെ ഒരു മകനെയും കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതാൻ, ഞാൻ മരിച്ചാൽ എനിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ, ഖബറിൽ കിടന്നാൽ എനിക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യാൻ സന്തോഷത്തോടെ ഈ 60 ഹാഫിളീങ്ങളിൽ 3 പേരെ ഏറ്റെടുത്തു. ഒന്ന് മൊയ്തു ഹാജി പാലത്തായി, മറ്റ് 2 സയ്യിദന്മാർ. അള്ളാഹു അവരുടെ മക്കളെ ഏറ്റെടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ ഈ വരക്കൽ മക്കാമിന് മുമ്പിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇനി ആരും എഴുന്നേൽക്കരുത്. സന്തോഷത്തോടെ ഉസ്താദെ ഒരു ഹാഫിളിനെ ഞാൻ ഏറ്റെടുക്കുകയാ. 3 വർഷത്തേക്ക് 3 വർഷം വേണം പൂർണ്ണം ഹിഫ്ള് പഠിക്കാൻ. ഒരു വർഷം 20,000 രൂപ. ഇൻഷാ അല്ലാഹ് ആരാ സന്തോഷത്തോടെ ആദ്യത്തെ ഒരു ഹാഫിളിനെ ഏറ്റെടുക്കുക? ഒന്ന് കൈപൊക്കി എഴുന്നേറ്റ് നിന്ന് കൈപൊക്കിയാൽ മതി. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഒരു ഹാഫിളിനെ രണ്ടാമതൊരു ചെറുപ്പക്കാരൻ, മൂന്നാമത്തെ ഹാഫിളിനെ വേറൊരു ചെറുപ്പക്കാരൻ, 4ാമത് വേറൊരാള്, 5ാമത് വേറൊരു സഹോദരൻ, 6ാമത് കൈപൊക്കി ആ കണ്ണാടി വെച്ച് അൽഹംദുലില്ലാഹ് അവിടെ തന്നെ ഇരിക്കുകയും കബൂലാക്കണയല്ലാ. എനിക്ക് പേരറിയാത്ത എന്നാൽ നിന്റെ മലക്കുകൾക്ക് പേരറിയുന്ന പേരെഴുതി വെച്ച ഈ 6 സഹോദരങ്ങൾ അവരുടെ മക്കളെ നീ ഏറ്റെടുക്കണയല്ലാ. അവരുടെ മക്കളെ സാലിഹീങ്ങളാക്കണയല്ലാ. അവരുടെ മക്കളെ വഴിപെടപ്പിക്കാതെ എങ്ങാനും വഴിതെറ്റിപ്പോയാൽ നീ അവരുടെ കൈ പിടിച്ചിട്ട് തിരിച്ചു കൊടുക്കണയല്ലാ. കീറിമുറുക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് ആ 3 വർഷം ആ മക്കളിരുന്ന് ഖുർആൻ ഓതുമ്പോ അവരെ മരിച്ചുപോയവരുടെ കബറിടത്തിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് 7ാമത്തെ ഹാഫിളിനെ ആരാ ഏറ്റെടുക്കുക? ഒന്ന് കൈപൊക്കിയാ മതി. 7ാമത്തെ ഹാഫിള് തഖബ്ബലല്ലാഹ്. പടച്ചവനെ അധികം വലിയ കോടീശ്വരന്മാരല്ല, ലക്ഷാധിപതികളല്ല. ഈ വാല് കേട്ടിട്ട് ആഗ്രഹം കൊണ്ട് ഈ ചെറുപ്പക്കാർ ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവരാണ്. അല്ലാഹുവേ അല്ലാഹുവേ ആ ഹാഫിളിനെ നീ കബൂലാക്കണയല്ലാ. അവരെ നീയത്ത് നീ സ്വീകരിക്കണയല്ലാ. ഈ 3 വർഷം ഇത് കൊടുക്കാൻ അവരെ സമ്പത്തിൽ നീ വർദ്ധനവ് നൽകണയല്ലാ. ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ സഹോദരിയും ഓരോ ഹാഫിളീങ്ങള് അപ്പോ 9 പേരായി. ഒരു വർഷത്തേക്ക് ഏറ്റെടുക്കുകയാണ്. സന്താന ഭാഗ്യത്തിനും ജോലിയിൽ ബറക്കത്തുണ്ടാവാനും അല്ലാഹുവേ സന്താന സൗഭാഗ്യം നൽകണയല്ലാ. ജോലിയിൽ ബറക്കത്ത് നൽകണയല്ലാ. 10ാമത്തെ ഇൻഷാ അല്ലാഹ് ആരാ ഏറ്റെടുക്കുക? 10ാമത്തെ ഒരു ഹാഫിളിന് 10ാമത്തെ ആൾ ഓരോ വർഷത്തേക്ക് കൊടുത്താൽ മതി. സഹോദരിമാരും അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഖത്തറിൽ നിന്നൊരു സുഹൃത്ത് ഒരു ഹാഫിളിന്, ഈ ഹാഫിളീങ്ങൾ ഈ മുത്തല്ലിമീങ്ങളൊരു ചെറിയ ഒരു ടോക്കൺ തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ എഴുതിയിട്ടിങ്ങ് തന്നാൽ മതി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖത്തറിലെ ആ സഹോദരൻ അല്ലാഹുവേ ഏതാഗ്രഹത്തോടെ അദ്ദേഹം ഏറ്റെടുത്തു അത് നീ കബൂലാക്കണേ അല്ലാ.
11ാമത്തെ ഹാഫിദിനെ പുതിയങ്ങാടിയിലൊരു സുഹൃത്ത് കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ അല്ലാഹുവേ ആ സഹോദരന് ഹലാലായ ധനാഗമന മാർഗമേതാണോ നീ അതിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. കുഞ്ഞുമരക്കാര് ബേപ്പൂരൊരു മോനെ ഹാഫിളാക്കാൻ വേണ്ടി അല്ലാഹുവേ കുഞ്ഞുമരക്കാർ എന്ന സഹോദരന്റെ മോനെ നീ ഹാഫിളാക്കി കൊടുക്കണേ അല്ലാ. അബ്ദുള്ള നന്ദി ഒരു കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ട് റബ്ബേ, അവരിരുവരുടെയും മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ആഷിഖൻ PKP റോഡ് ഒരു ഹാഫിളിനെ ഏറ്റെടുത്തിട്ടുണ്ട് റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിന് നീ സന്തോഷം നൽകണേ അല്ലാ. ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സഹോദരിമാരെ, ഉമ്മമാരെ, ഹന്നാ റളിയല്ലാഹു അൻഹ എന്ന ഉമ്മ നേർച്ചയിട്ടപ്പോഴാണ് മറിയം എന്ന പൊന്നുമോളായി തീർന്നത്. നിങ്ങളുടെ ഒരു സ്വർണ്ണവള എൻ്റെ മോക്ക് വേണ്ടി, എൻ്റെ മോന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഇതിലേക്ക് സദഖ ചെയ്യും. അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ബിനാസിയം MFIP ലൈവിലൂടെ ഒരു കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ട് റബ്ബേ, നീ അദ്ദേഹത്തിന്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. എല്ലാവിധ ഐശ്വര്യവും നൽകണേ തമ്പുരാനെ, ബുദ്ധിമുട്ടുകൾ മാറ്റണേ അല്ലാ. ബുഷ്റ പുതിയോട്ടി ഒരു ഹാഫിദിനെ ഏറ്റെടുത്തിട്ടുണ്ട് റബ്ബേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ കബൂലാക്കണേ തമ്പുരാനെ. ഏതൊക്കെ ആഗ്രഹത്തോടെ തന്നോ നീ സ്വീകരിക്കണേ അല്ലാ. വയറ്റിലൊരു മുഴയുണ്ടായിട്ട് അസുഖം ബാധിച്ചൊരു സഹോദരി, ഒരു സ്വർണ്ണാഭരണം, ഇനി അസുഖം വരാതിരിക്കാൻ ദുആ ചെയ്യാൻ അല്ലാഹുവേ ആ സ്വർണ്ണാഭരണത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ രോഗം നീ ശിഫയാക്കണേ അല്ലാ. ഇനി ആ ശരീരത്തിൽ ആ രോഗത്തെ നീ തിരിച്ചു വരുത്തരുതേ തമ്പുരാനേ. സയ്യിദുനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബി അജ്മഈൻ. ഞാനൊരു ഹാഫിദിനെ ഏറ്റെടുക്കുക. മൊത്തം ഇപ്പോൾ 16 പേരായി. മാഷാ അല്ലാഹ്. ഞാൻ ഏറ്റെടുക്കുക സന്തോഷത്തോടെ. ഓരോ വർഷം ഘട്ടമായി തവണകളായി നിങ്ങൾ കൊടുത്ത മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഹമീദ് ഹിദായത്ത് മച്ചുകുന്ന് ഒരു ഹാഫിദിനെ, നസീർ വട്ടക്കണ്ടി ഒരു സ്ലിപ്പ് തരും മുത്തല്ലിങ്ങൾ, അതിലെഴുതി തന്നാൽ മതി. കൊയിലാണ്ടി ഒരു ഹാഫിദിന്, ഫസലുർ റഹ്മാൻ ഒരു ഹാഫിദിന് മാഷാ അല്ലാഹ്. പൊന്നാനി മാറഞ്ചേരി പൊന്നാനിക്കാരിവിടെ അല്ലാഹു സ്വീകരിക്കട്ടെ. CK ഇസ്മായിൽ പതിനങ്ങര ഒരു ഹാഫിദിന്, അഷ്റഫ് സി കൊയിലാണ്ടി ഒരു ഹാഫിദിന്, അബ്ദു പുതിയങ്ങാടി വലക്കച്ചവടം ഒരു ഹാഫിദിന്. അല്ലാഹുവേ നീ അതിൽ ബറക്കത്ത് നൽകണം. ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ആരെയും നമുക്ക് ദുആയിൽ വിട്ടൊരു 3 സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد والآل أهل البيت سلم. ഷാമിന എന്ന സഹോദരി ഒരു കുട്ടിയെ ഏറ്റെടുത്തിട്ടുണ്ട് വരക്കൽ മക്കാമില്. അല്ലാഹുവേ മഹാനായ ശംസുൽ ഉലമയുടെ പുണ്യമായ പാദസ്പർശനം ഈ മണ്ണിൽ ഈ ഹാഫിളീങ്ങളെ ഏറ്റെടുത്ത ഈ പേര് വായിച്ച ഓരോ സഹോദരങ്ങളെ, ഷാമിന എന്ന സഹോദരിയും അവരുടെ ഹലാലായ മുറാദുകൾ ഹസിലാക്കണേ അല്ലാ. അതിൽ വലക്കച്ചവടം ചെയ്യുന്നവരെ വരെയുണ്ട് അല്ലാഹുവേ. ജീവൻ പണയം വെച്ചിട്ട് ജീവിതത്തിന്റെ വഴി കണ്ടെത്തുന്നവർക്ക് വേണ്ടി ഉപാധിയായി കൊടുത്ത പടച്ചവനെ, അതിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. അവരുടെ മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാ. മുഹമ്മദ് യാസീൻ 20,000. PR അബ്ദുറഹ്മാൻ ഒരു ഹാഫിദിനെ നല്ല ജോലി ലഭിക്കാനും ബിസിനസ് വെച്ചാവാനും, ജമീല മോൻ ഹാഫിളാവാൻ 1 വർഷത്തേക്ക്. നിയാസ് പുതിയങ്ങാടി ഒരു കുട്ടിയെ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അവരേതൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചോ നീ കബൂലാക്കണേ തമ്പുരാനെ. ജയ്ഷൽ PK പുതിയങ്ങാടി ഒരു ഹാഫിദിന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
MK മൂസ തലക്കളത്തൂർ പറമ്പത്ത്, ഷർമിന ഷൗക്കത്ത് മന്തങ്ങണ്ടി പുതിയങ്ങാടി, ഷിഫ ഷൗക്കത്ത് ഒരു കുട്ടി, ഇല്ല ഒരു കുടുംബത്തിൽ നിന്നാന്ന് തോന്നുന്നു, മാഷാ അല്ലാഹ്. സുബൈദ ചെങ്കോട്ടാവ് ഒരു കുട്ടിയെ. അല്ലാഹുവേ നീ സ്വീകരിക്കണയല്ലാ. ആ സഹോദരങ്ങളുടെ ഈ സഹോദരിമാരും എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ശിഫയാക്കണയല്ലാ. അല്ലാഹുവേ കടബാധ്യതകൾ ഉണ്ടെങ്കിലും മാറ്റി കൊടുക്കണേ അല്ലാഹുവേ. ഒരു സഹോദരൻ പേര് പറഞ്ഞിട്ടില്ല, മകളുടെ വീട് പണി പൂർത്തിയാവാൻ ഒരു ഹാഫിളിനെ, ജദീർ കൊടക്കാറ് മുണ്ടിക്കൽ താഴം ഒരു ഹാഫിളിന്, മുഹമ്മദ് നസീൽ വി പുറക്കാട്ടിരി ജോലിയിൽ ബറക്കത്തിന് വേണ്ടി മാഷാ അല്ലാഹ് ഒരു മുസലാത്തിലെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ നിന്റെ വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിലേക്ക് ഹാഫിളീങ്ങളെ ഏറ്റെടുക്കുന്ന സഹോദരങ്ങൾ, അവരുടെ മക്കളുടെ കാര്യം നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. ഫഹദ് ഒരു കുട്ടിയെ ഉപ്പാന്റെ കച്ചവടത്തിന് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുവേ ആ മകന്റെ ഉപ്പാന്റെ കച്ചവടത്തിന് നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ, നീ ഐശ്വര്യം നൽകണേ അല്ലാഹുവേ. ഏതൊക്കെ ആഗ്രഹങ്ങളാണോ നീ സബലീകരിക്കണേ തമ്പുരാൻ. ശലനി ആരാ ഏറ്റെടുക്കുക? നമ്മുടെ ജീവിതത്തിൽ ആകെ ബാക്കിയുണ്ടാകുന്ന ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ സമ്പാദ്യം കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട്. ഇതൊക്കെ വലിയ കാശുള്ളവരും കോടീശ്വരന്മാരൊന്നുമല്ല, സാധാരണ ജോലി ചെയ്യുന്നവരും ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവരൊക്കെയാണ്. അല്ലാഹുവേ നീ ഇവർക്കൊക്കെ ഒരു നല്ല വഴി തുറന്നു കൊടുക്കണേ തമ്പുരാൻ. ഈ സദക്ക അവരുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് നീ കാരണമാക്കണേ അല്ലാഹുവേ. ഇസ്മായിൽ പുതിയങ്ങാടി ഒരു കുട്ടിയുടെ ചെലവ് അല്ലാഹു ഇസ്മായിൽ നബിയുടെ ജീവിതത്തിൽ ബറക്കത്ത് പോലെ ചെയ്ത പോലെ ആ സഹോദരൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. ഫൈറസ് നന്ദി ഉമ്മാൻ്റെ അസുഖം മാറാൻ ഒരു കുട്ടിയെ. അല്ലാഹുവേ ഫൈറസ് എന്ന സഹോദരൻ്റെ ഉമ്മാടെ അസുഖം ഏതാണോ അത് നീ പൂർണ്ണമായി ശിഫയാക്കണേ തമ്പുരാനെ, പൂർണ്ണമായി ശിഫയാക്കണേ അല്ലാഹുവേ. ഒരു സഹോദരൻ ഒരു ഹാഫിളിനെ ഏറ്റെടുത്തിരിക്കുന്നു. പേരെഴുതിയിട്ട് പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞു. പേരെഴുതരുത്, പേര് പറയേണ്ടത് ഞാൻ അറിയാതെ വായിച്ചു പോകും. അപ്പോൾ പേരെഴുതരുത്, ആ ഫോൺ നമ്പർ എഴുതി, അല്ലെങ്കിൽ മുഹമ്മദ് മജ്ഹൂലിന് എഴുതിയാൽ മതി. അല്ലാഹുവേ നീ അവരുടെ പേര് നിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മനസ്സിന്റെ ആഗ്രഹം അറിയുന്നവൻ നീയാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹുവേ അവരെ മനസ്സിന്റെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന റബ്ബേ നീ ഇത് സബലീകരിക്കണേ അല്ലാ. ചീക്കിലോട് ജാഫർ പറോട്ട പറമ്പത്ത് മകനെ ഹാഫിളാക്കാൻ. ഇത്രയും വലിയ നോട്ട് പ്രതിസന്ധി ഉള്ളൊരു സമയത്തൊക്കെ ഉസ്താദ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കാത്ത നടന്നുകൊണ്ടാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായില്ല. പക്ഷേ ഈ കടലോരത്ത് താമസിക്കുന്ന അധികം സമ്പന്നതയൊന്നും ഇല്ലാത്ത ഈ സാധുക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷം. ഇത്രയേറെ പ്രതിസന്ധിയുള്ളൊരു സമയത്ത് ഇങ്ങനെയാണെങ്കിൽ, ഇതൊന്നും ഇല്ലാത്തൊരു സമയത്താണ് വാദം വയ്ക്കാൻ 70 കുട്ടികളെ ഇവിടെ ഏറ്റെടുത്തിട്ട് പോയത്. ഒരു സഹോദരൻ ഒരു കുട്ടി അല്ലാഹു കബൂലാക്കട്ടെ. പേര് പറയരുത്. ആദ്യ കുഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച പെൺകുഞ്ഞിനെ കിട്ടാനും കിട്ടുന്ന മക്കളെങ്ങാനും ആലിമും ഹാഫിളാനും കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ ഒന്നിക്കാനും ദുആ ചെയ്യാൻ. എല്ലാം ദുആ ചെയ്യാൻ, കിട്ടണ പെൺകുഞ്ഞാവാൻ ദുആ ചെയ്യൂല. അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ലെന്നാണ്. ആണാവാനും ദുആ ചെയ്യാൻ പാടില്ല, പെണ്ണാവാനും ദുആ ചെയ്യാൻ പാടില്ല. അങ്ങനല്ലേ? എന്നല്ലേ ദുആ ചെയ്യേണ്ട അങ്ങനെയാ. അതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഖുർആൻ فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. സൂറത്തുൽ അറാഫ്. ഭാര്യ ഭർത്താക്കന്മാരെ ഗർഭധാരണം മുതലേ ദുആ ചെയ്യണം. അല്ലാഹുവേ ആണ് വേണമെന്നല്ല, പെണ്ണ് വേണമെന്നല്ല. ആണാണെങ്കിലും കുഴപ്പമില്ല, പെണ്ണാണെങ്കിലും കുഴപ്പമില്ല. ലൈനാതൈതനാ സാലിഹാ, ഞങ്ങൾക്കൊരു സാലിഹായ കുഞ്ഞിനെ തന്നാൽ ലനകൂനന്ന മിനശ്ശാകിരീൻ, ഞങ്ങൾ നിന്നോട് നന്ദി കാണിച്ചോളാം. അല്ലാഹുവേ ഖുർആൻ പറഞ്ഞത് ആണിന് വേണ്ടിയും പെണ്ണിന് വേണ്ടിയും ചോദിക്കരുതെന്നാണ്. അതുകൊണ്ട് ആ സഹോദരിക്ക് അല്ലാഹു ഇനി കൊടുക്കുന്ന കുഞ്ഞേതാണോ അതിനെ സാലിഹാക്കി കൊടുക്കട്ടെ. ഇപ്പൊ പെണ്ണാണെങ്കിൽ സാലിഹത്തായില്ലെങ്കിൽ എന്ത് ഗുണം?
ഇപ്പം പെണ്ണായിപ്പോയി, സാലിഹത്തായില്ല. എന്താ ഗുണം? പെണ്ണായിട്ട് ഗുണമുണ്ട്. സരിതയുടെ അമ്മയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കിട്ടിയാൽ നല്ലത് കിട്ടണം, എന്നാൽ ആണായി